അപ്പോൾ എല്ലാവരും നമ്മുടെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും മാത്സിലെ ഫുൾ വർക്ക് ബുക്കിലെ പേജസ് ഒക്കെ ഒന്ന് മറിച്ച് എല്ലാത്തിലൂടെ ഒന്ന് പോയോ? ഓക്കെ ആണോ? അല്ലെ, ജൂൺ മുതൽ ദാ ഇവിടെ മാർച്ച് വരെയും പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി മോർ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന ചാപ്റ്റർ എന്നില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ ആണല്ലോ? മിസ് പിന്നെ പറഞ്ഞതുപോലെ വരക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അശ്വതി മിസ് റിവിഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിസ് ലൈവ് ക്ലാസ്സിൽ, അതായത് നമുക്ക് എക്സാമിന്റെ തലേന്ന് യൂട്യൂബ് ലൈവ് ഉണ്ടാവും, ലൈവിലും ഇമ്പോർട്ടൻറ്റ് വരക്കുന്നത് ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അതും എന്തായാലും പഠിക്കണം, തീർച്ചയായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് 1 മാർക്കിന്റെ ഒരു ചോദ്യം നോക്കാം. ഫസ്റ്റ് വൺ, അതായത് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ഡാഷ് ഇടും, ആ ഡാഷ് ഇട്ടിരിക്കുന്ന അവിടെ നമ്പർ ഏതാണെന്ന് എഴുതുക. ഇതുപോലെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾ മിസ് വരക്കുന്ന പോലെ തന്നെ ഞാൻ ഫുള്ള് ക്വസ്റ്റ്യൻസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതാൻ കുറേ സമയം പോകും, അത് നോക്കിയിരുന്ന് കുറേ സമയം പോകും. വേണ്ട, ക്വസ്റ്റ്യനിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ മിസ്സായി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇവിടെ 400, ഇവിടെ 80, ഇവിടെ 80, ഇവിടെ 20, ഇവിടെ 4, ഇവിടെ 20, ഇവിടെ 4. പോള് കിട്ടോ? ഓപ്ഷൻ ABCD. That's all. ആ മിസ്സിംഗ് ആയിട്ട് ഇവിടെ എന്താണ് വരുന്നതെന്നാണ് നോക്കേണ്ടത്. കണ്ടോ, ഈ കോളത്തിൽ വരുന്നത് എത്രയാണ്? ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാവേ. ഓപ്ഷൻ A അവിടെ കിടക്കുന്നുണ്ടാവും, നോക്കിയോ? 160. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്, കേട്ടോ. ഓക്കെ, ഓപ്ഷൻ B 80, ഓപ്ഷൻ C 400 ആൻഡ് ഓപ്ഷൻ D 16. ഒരു മിനിറ്റ് കൊടുക്കല്ലേ. ആൻസർ കിട്ടിയവരൊക്കെ ഒന്ന് റേസ് ഹാൻഡ് ചെയ്തേ. ആൻസർ വന്നവരെല്ലാവരും റേസ് ഹാൻഡ് ചെയ്യുക. ആൻസർ വന്നവരെല്ലാവരും റേസ് ഹാൻഡ് ചെയ്യുക. ആൻസർ വന്നവരെല്ലാവരും റേസ് ഹാൻഡ് ചെയ്യുക. ഓക്കെ, പോള് തരട്ടെ. ABCD കൊടുത്തോളൂ സർ, പോള് കൊടുത്തോളൂ. എടാ ശരിയാക്കണോട്ടാ. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. നിങ്ങളുടെ ഓപ്ഷൻ നേരെ തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ. ഓപ്ഷൻ D ആണ് ഏറ്റവും കൂടുതൽ, എന്നാലും കുറച്ച് പേര് എല്ലാ ഓപ്ഷൻസും കുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കിയേക്കാം. എടാ എല്ലാവരും ശ്രദ്ധിച്ചേ, ഈ 400 വന്നിരിക്കുന്നത് 20 × 20 അല്ലേ? ഈ 400 വന്നിരിക്കുന്നത് ക്ലിയർ ആണെങ്കിൽ ടാറ്റ തന്നേ. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? 20 × 20. അതുപോലെ തന്നെ 80 വന്നിരിക്കുന്നത് 20 × 4 ആണ് 80 വന്നിരിക്കുന്നത്. അതും ക്ലിയർ ആണോ? ഓക്കെ, അതുപോലെ 20 × 4 ആണ് ഇവിടെ 80 വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് 4 × 4 അല്ലേ ആ ഒരു കോളത്തിൽ വരേണ്ടത്? ക്ലിയർ ആണെങ്കിൽ ടാറ്റ തന്നേ. മനസ്സിലായോ? ഓക്കെ, എത്രയാണ് 4 × 4? 16. 4 × 4. ഓക്കെ സാർ, എത്ര പേര് ശരിയാക്കിയിട്ടുണ്ട്? ഓക്കെ, കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. കുറച്ച് പേരെ തെറ്റിയിട്ടുണ്ട്. തെറ്റിയവർക്ക് മനസ്സിലായെങ്കിലും ടാറ്റ തന്നേ. 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഓക്കെ ഓക്കെ, ഇനി ഇത് എന്തിന്റെ സ്ക്വയർ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇത് എന്തിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാ ചെയ്യുന്നത്? 24. വെരി ഗുഡ്. 20 + 4, 24ന്റെ സ്ക്വയർ. അതും ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് എന്തിന്റെ സ്ക്വയർ ആണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്? 24ന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കുന്നത്. അടുത്തൊരു ചോദ്യം തരട്ടെ, ചെയ്യോ? റെഡി ആണോ? തരട്ടെ. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് 2 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. ഇപ്പൊ മിസ് എഴുതാൻ പോകുന്ന 2 മാർക്കിന്റെ ചോദ്യമാണേ. ഇവിടെ 900, ഇവിടെ 16. ഇവിടെ ഒരാളുണ്ട്, കണ്ടുപിടിക്കണം. ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. ഇത്രയും പേരെ കണ്ടുപിടിക്കണം. പിന്നെ ആരുടെ സ്ക്വയർ ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത് അതും വേണം. വേഗോട്ടെ സാർമാരൊന്ന് ലോവർ ഹാൻഡ് ചെയ്യാവോ? 2 മാർക്കിന്റെ ചോദ്യമാണേ. 2ഓ 3ഓ മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. ഈ 900 എന്ന് പറയുന്നത് ആരുടെ സ്ക്വയർ ആണ്?
16 എന്ന് പറയുന്നത് ആരുടെ സ്ക്വയർ ആണ്? അതിനുശേഷം ബാക്കി രണ്ടുപേരെ പെട്ടിടകത്തുള്ള ആളുകളെ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും. കുറെ പേര് ടാറ്റ തരുന്നുണ്ട്. വിളിച്ചോളൂ സാർ, ഒരാളെ വിളിച്ചോളൂ. പ്രിൻസ്, ഇവിടെയും ഇവിടെയും എന്താണ് വരുന്നേ? എത്രയാ? 30. വെരി ഗുഡ്. 30 കിട്ടിയവരൊക്കെ ഒന്ന് ടാറ്റ വന്നേ. അടിപൊളി. എല്ലാരും നോക്കിയടാ, ഇവിടെ 20 കണ്ടോ, 20 × 20 ചെയ്തപ്പോഴാണ് അവിടെ 400 വന്നത്. ഇവിടെ 900 വരണമെങ്കിൽ 30 × 30 ചെയ്യണ്ടേ? മനസ്സിലായെങ്കിൽ ടാറ്റ വന്നേ. സെറ്റ് ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ദാ ഇവിടെ എന്താ വരുന്നത്? ഇവിടെ 30, ഇവിടെയും 30. അങ്ങനെയാണ് 30 × 30 അവിടെ 900 വന്നത്. ക്ലിയർ? ഓക്കെ. അടുത്ത ആളെ വിളിച്ചോളൂ സാർ. എന്താ ഇവിടെയും ഇവിടെയും എന്താണ് വരേണ്ടത്? കുറെ ടാറ്റ ഉണ്ടല്ലോ. ആരാ? ആര്യലക്ഷ്മി. അവിടെ എന്താ വരേണ്ടത്? 4. കാരണം 4 × 4 ചെയ്താലാണ് 16 കിട്ടുക. അതാ നോക്കുക, 4 × 4 ചെയ്തപ്പോഴല്ലേ അവിടെ 16 വന്നത്. വെരി ഗുഡ്. അടിപൊളി. അപ്പൊ ദാ 16 വരുന്നത് 4 × 4 ചെയ്യണം. അടിപൊളി. വെരി ഗുഡ്, വെരി ഗുഡ്. അടിപൊളി. സൂപ്പർ. അടുത്ത സർ ബിസ്മി. ഇതാ ഇവിടെ എന്താ വരേണ്ടത്? 120. ഇതാ നോക്കിയേ, ഇവിടെ 80 വന്നത് 20 × 4 ചെയ്തപ്പോ 80 വന്നു. അപ്പൊ ഇവിടെ 30 × 4 ചെയ്യുക, അതായത് 120. അടിപൊളി. വെരി ഗുഡ്. അടുത്ത സർ സൗരവ്. ഇവിടെ എത്ര തന്നെയാ വരാടാ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എത്ര തന്നെ വരും? 30 × 4. വെരി ഗുഡ്. 120 തന്നെ വന്നു. ആൻഡ് ഒരാളെ കൂടെ വിളിക്കാവോ സർ? ഇത് എന്തിന്റെ സ്ക്വയറാ നമ്മൾ ഈ കണ്ടുപിടിക്കുന്നേ? വേദ എന്തിന്റെ സ്ക്വയറാ കണ്ടുപിടിക്കുക? 30 + 4 34ന്റെ സ്ക്വയർ. അതും ചിലപ്പോ 1 മാർക്കിന് ചോദിക്കാം. എത്ര പേരുടെ ശരിയായി? ഒന്ന് റേസ് ഹാൻഡ് ചെയ്യോ. ശരിയാക്കിയവരെല്ലാവരും റേസ് ഹാൻഡ് ചെയ്യോടാ. ശരിയാക്കിയവര്. വെരി ഗുഡ്. സൂപ്പർ. 1 മാർക്ക് കിട്ടിയ ഓക്കെ ആണോ? ഓക്കെ. ഇനി പോളിഗൺസില് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ഇതെല്ലാരും എഴുതി കഴിഞ്ഞോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. പോളിഗൺസിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് ഭയങ്കര എനർജിയിലാണല്ലോ എല്ലാവരും. ടാറ്റ തന്ന് മത്സരിക്കണം. ഞാൻ ചെയ്യാം മിസ്സേ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഓക്കെ. മാത്സിന്റെ ലാസ്റ്റ് ക്ലാസ് എന്നെ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കില്ല, എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ഓക്കെ. സൈഡ്സ്, വശങ്ങൾ. സെന്റൻസ് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എടുത്ത് എഴുതാം. മിസ് എഴുതുന്നത് തന്നെ എഴുതിയാൽ മതി. നിങ്ങൾ ഇനി സെന്റൻസ് എഴുതി കുറെ സമയം പോകും. ആ സമയം കൊണ്ട് നമുക്ക് 3-4 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ചെയ്യാം. ഓക്കെ. 10 ആണ്. അതായത് ഒരു പോളിഗൺ ഉണ്ട് കേട്ടോ. ബഹുഭുജത്തിന്റെ വശങ്ങൾ 10 ആണ്. ഓക്കെ. എത്ര വികർണങ്ങൾ? ഡയഗണൽസിന്റെ എണ്ണം കണ്ടുപിടിക്കണം. വികർണങ്ങൾ കണ്ടുപിടിക്കണം. ഫ്രം വൺ വെർട്ടെക്സ്, ഒരു മൂലയിൽ നിന്നും. അതായത് ഒരു മൂലയിൽ നിന്നും വരക്കാൻ പറ്റുന്ന ഡയഗണൽസിന്റെ എണ്ണം കണ്ടുപിടിക്കണം. ഓക്കെ. അടുത്തത് സം ഓഫ് ഇന്നർ ആംഗിൾസ്. അകക്കോണുകളുടെ തുക. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. വേഗം ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുത്താൽ മതി. മിസ്സൊരു ഹോംവർക്ക് ഉണ്ടായിരുന്നു ഒന്ന്. ഈവനിങ് ബാച്ച് ആണോടാ? അത് ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. ലിങ്ക് മോർണിംഗിൽ എടുത്തത്. അന്ന് വൈൻഡ് അപ്പ് സെക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഫുള്ള് ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. ജേക്ക് ജോർജ്. ഓക്കെ. എല്ലാവരും ശ്രദ്ധിച്ചേ. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം പോളിഗൺസിന്റെ സൈഡ് തന്നിട്ടുണ്ട്, വശങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്. എണ്ണം എന്ത് ലെറ്റർ ആണ് എടുക്കുന്നത് സാർ? ഒരാളൊന്ന് വിളിച്ചോളൂ. ശ്രീയ. വശങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്. എണ്ണം എന്ത് ലെറ്റർ വെച്ചിട്ടാണ് എടുക്കുന്നത്? എന്താണ്? എൻ അല്ലെ? N 10 എന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ ആണെങ്കിൽ ടാറ്റ തന്നേ.
ഓക്കെ ആണല്ലോ. n എന്ന് പറയുന്നത് 10 ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ, നമ്മളിത് കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് ഈ ഒരു ഡയഗണൽ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പോളിഗൺ ഉണ്ട്, 10 സൈഡ്. ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു പോളിഗൺ തന്നിട്ടുണ്ട്, ഈ ഒരു പോളിഗൺ തന്നിട്ടുണ്ട്. ക്ലിയർ ആണെങ്കിൽ ടാറ്റ തന്നെ. ഓക്കെ, ഒരു വെർട്ടെക്സിൽ നിന്നും ഒരു ക്വാഡ്രിലാറ്ററലായിരിക്കും 1 2 3 4 5. ഓക്കെ, ഒരു പെന്റഗൺ തന്നിട്ടുണ്ട്. ഈ ഒരു വെർട്ടെക്സിൽ നിന്നും എത്ര ഡയഗണൽസ് വരക്കാൻ പറ്റും? ഇതാണ് നമ്മുടെ ചോദ്യം. എത്ര ഡയഗണൽസ്, വികർണങ്ങൾ നമുക്ക് വരക്കാൻ പറ്റും? അപ്പോ ഡയഗണൽസിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഇക്വേഷൻ n-3. എത്രയാണ്? n-3. അതാണ് ഉത്തരം. ഇവിടെ n എന്ന് പറഞ്ഞാൽ 10. 10 - 3 ഉത്തരം 7. ക്ലിയർ ആണെങ്കിൽ ടാറ്റ തരാം. ഓക്കെ ഓക്കെ. അപ്പൊ അതായത് നമ്മളോട് ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചു. ഹൗ മെനി ഡയഗണൽസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം വൺ വെർട്ടെക്സ്? ഒരു വെർട്ടെക്സിൽ നിന്നും എത്ര വികർണങ്ങൾ, ഡയഗണൽസ് വരക്കാൻ സാധിക്കും? അതായത് ഇവിടെ n-3 ചെയ്യണം. 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 7 എന്ന് വരും. 7 ഡയഗണൽസ് വരക്കാൻ സാധിക്കും. ക്ലിയർ ആണ്? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ, സം ഓഫ് ഇന്നർ ആംഗിൾസ്. സൈഡുകളുടെ എണ്ണം തന്നു കഴിഞ്ഞാൽ ഇന്നർ ആംഗിൾസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ അറിയാലോ. വേഗം ഒന്ന് ചെയ്തേ. കിട്ടിയവര് റേസ് ഹാൻഡ് ചെയ്യുക. സാർ അടുത്ത ആളെ വിളിച്ചോളൂ. അബ്രാം, എന്ത് പറ്റി? അത് ഇക്വേഷനിലുള്ളതാ. എന്തോ സൈഡിന്റെ ആണോടാ നീ ചോദിച്ചേ? ഒരു മിനിറ്റ്. n-3 ആണ്. നീ 2 എന്ന് ഉദ്ദേശിച്ചത് വേറെ ക്വസ്റ്റ്യന്റെ ആൻസറാ. ട്രയാങ്കിൾ ആയിരിക്കും നീ ഉദ്ദേശിച്ചത്, അതാണോ? അത് നമ്മൾ പഠിക്കാൻ വരുന്നുള്ളൂ. അല്ലെങ്കിൽ നീ ഉദ്ദേശിച്ച മറ്റേ n-2 × 180 ഡിഗ്രി, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചത് നീ ഇതിനാ എന്ന് പറഞ്ഞത്. എടാ, അത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതായത് ഡയഗണൽസിന്റെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ n-3 അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? ഒരു ക്വസ്റ്റ്യൻ കൂടി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം. n-3 അത്രേ ഉള്ളൂ ഡയഗണൽസ് ചോദിച്ചു കഴിഞ്ഞാൽ. ഇനി ഡയഗണൽസ് അല്ല, ഇന്നർ ആംഗിൾസിന്റെ സമ്മിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചത്. ഓക്കെ സാർ, ഒരാളൊന്ന് വിളിച്ചോളൂ. പവിത്ര. ഓക്കേടാ, എന്താണ് ഇന്നർ ആംഗിൾസിന്റെ സമ്മിന്റെ ഇക്വേഷൻ? സം അഥവാ തുക ഇസ് ഈക്വൽ ടു വെരി ഗുഡ്, n-2 × 180 ഡിഗ്രി. ഇന്നർ ആംഗിൾസ്, അകക്കോണുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ പുറം കോണുകൾ എപ്പോഴും 360 ഡിഗ്രിയാണ്. പഠിച്ച് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 - 2 × 10 - 2 8 × ഓക്കേടാ. സ്റ്റോപ്പ്. അടുത്ത ആള്. ആൻസർ കിട്ടിയവരൊക്കെ ഒന്ന് റേസ് ഹാൻഡ് ചെയ്ത്. ആരാ? ആന്റോണിയോ. എന്തിനാടാ അവൻ കരയുന്നേ? 2 എണ്ണങ്ങളുണ്ടല്ലോ. അൺമ്യൂട്ട് ചെയ്തേ. ഹലോ. അയ്യോ, സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ചെയ്തോ? നീ ആൻസർ കിട്ടിയോ? ഇല്ല. വേഗം ചെയ്യ്. നീ ബ്രേക്കിന് ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി കയറണം കേട്ടോ. സൗണ്ട് ഇവിടെ കേൾക്കുന്നില്ല. ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ സാർ. ഓക്കെ, ആൻസർ കിട്ടിയവര് റേസ് ഹാൻഡ് ചെയ്യാ. ഓക്കെ സാർ, കിട്ടിയ ഒരാളൊന്ന് വിളിക്കോ. ജെറോൾ. 8 × 180 എത്രയാ? 1440. വെരി ഗുഡ്, 1440 ഡിഗ്രി. എത്ര പേർക്ക് കിട്ടിയടാ? ഞാൻ ഈ ഒരാളോട് ചോദിച്ചിട്ട് കൈ കൊട്ടുന്നത് ആ ക്ലാപ്പ് അവർക്ക് വേണ്ടിയിട്ടല്ല, ഉത്തരം കിട്ടിയ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. വെരി ഗുഡ്, അടിപൊളി കേട്ടോ. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. വീട്ടിലിരുന്ന് സമയമൊന്നും കളയരുത് കേട്ടോ. കുറെ പേര് 6:30 പറഞ്ഞ് നിൽക്കായിരുന്നു ക്ലാസ്. ഗ്രൂപ്പിലേക്ക് 6 മണിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോടാ. അതാണ് കുറവ് ഉണ്ടായിരുന്നത്. ഞാൻ വെച്ചാൽ ആബ്സെന്റ് ആണ്. ഓക്കെ, കഴിഞ്ഞവരൊക്കെ ഒന്ന് ടാറ്റ വന്നേ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സം ഓഫ് ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ. ഞാൻ അത് ചെറുതാക്കി തരാം. ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ എത്ര? എഴുതിക്കോ. അകക്കോൺ പ്ലസ് പുറം കോൺ. ആൻസർ എഴുതിക്കോളൂ കേട്ടോ. അകം കോണും പുറം കോണും കൂട്ടുമ്പോൾ എത്രയാണ്? എന്റെ വലത്തെ കണ്ണ് ചൊറിയുന്നുണ്ട്. കരയാൻ വേണ്ടിയിട്ടാണ് ഈശ്വര, നീ വിഷമിക്കാൻ. അങ്ങനെ എന്താ പറയാ കേൾക്കുന്നേ. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്നർ ആംഗിൾ തന്നിട്ടുണ്ട്. കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. എന്താണ് സാർ? അങ്ങനെയൊക്കെ ഉണ്ടോന്ന്? അങ്ങനെയൊക്കെ ഉണ്ടടാ. 155 ഡിഗ്രി. പിള്ളേര് പറയുന്നതാ. വശങ്ങളുടെ എത്ര? അന്ധവിശ്വാസം അല്ലടാ, ചില സമയത്തൊക്കെ കറക്റ്റ് ആവാറുണ്ട് ചില കാര്യങ്ങളൊക്കെ. ആൻസർ തനിയെ ചെയ്ത് നോക്കണോട്ടാ. മിസ് എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്. റിവിഷൻ ക്ലാസ് ആണ്. തെറ്റിക്കഴിഞ്ഞാൽ മിസ് ചീത്ത പറയാനൊന്നുമില്ല, നിങ്ങളുടെ മാർക്ക് പോകാനൊന്നുമില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജസ്റ്റ് റിവിഷൻ ക്ലാസ് ആണിത്. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. തെറ്റണമെങ്കിൽ തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. തെറ്റിയാൽ നമുക്ക് പഠിക്കും, അത്രേ ഉള്ളൂ. മിസ്സേ സുഖമല്ലേ എന്ന്? എന്താടാ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പോഴും സുഖം ചോദിക്കല്. ആ മിസ്സേ, എന്താണ് സർ? മിസ്സേ കൊറേ മെസ്സേജ്. എയറോപ്ലെയിൻ ആൻഡ് ഞാൻ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ പോയായിരുന്നു. ഇല്ലെങ്കിൽ പാസ്പോർട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇതുവരെ കേറിയിട്ടില്ല. കേറും, ഈ വർഷം തന്നെ കേറോടാ. ഈ വർഷം തന്നെ ഞാൻ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവും. അല്ല പിന്നെ നടന്നാ മതിയായിരുന്നു. ബക്കറ്റിൽ കുറെ ഉണ്ട്. ബക്കറ്റ് ഇപ്പൊ നിറയാറായി. തെക്ക് ഐലൻഡ്. തായ്ലൻഡ് എന്നാണോടാ നീ ഉദ്ദേശിച്ചത്? തെക്ക് ഐലൻഡ് എന്ന്. കഴിഞ്ഞവര് റേസ് ഹാൻഡ് ചെയ്യാട്ടോ. ചെമ്പരത്തിപ്പാട്ട്. ചെമ്പരത്തിപ്പാട്ട് കണ്ടോന്നാ? അങ്ങനത്തെ പാട്ടുണ്ടാ? അതായിരിക്കും ചിലപ്പോ. തെക്ക് ഐലൻഡ് മലയാളികൾ ഇറക്കിയ പുതിയ ഗെയിമാണ്. അതൊരു ഗെയിമായിരുന്നു തെക്ക് ഐലൻഡ്. എടാ എനിക്കറിയായിരുന്നു, ഞാൻ സാർമാർക്ക് അറിയാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പറയണ്ടായിരുന്നു, മിണ്ടാതിരുന്നാ മതിയായിരുന്നു. ഓക്കെ, ആൻസർ കിട്ടിയ റേസ് ഹാൻഡ് ചെയ്യണേ. ഓക്കെ സാർ, ഒരാളൊന്ന് വിളിച്ചോളൂ. വേണ്ട, ചരിഞ്ഞു. സൗപർണിക, ഒരു പോളിഗണിന്റെ അകക്കോണും പുറം കോണും ഇന്നർ ആംഗിൾ ഔട്ടർ ആംഗിളും കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരോടാ? വെരി ഗുഡ്, 180 ഡിഗ്രി. ഇവൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഏത് രീതിയിലും ഇവൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എത്ര പേരുടെ ശരിയായി? 1 മാർക്കിനുമായിട്ട് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. എനിക്കിന്ന് കുറേ ഒന്നും എടുക്കാൻ പറ്റില്ല, കവർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് 2.5 മണിക്കൂറേ ക്ലാസ് ഉള്ളൂ. ബാക്കി ലൈവിന് ഡിസ്കസ് ചെയ്ത് പോട്ടോ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം. ഓക്കെ, യെസ്. ഇനി അടുത്തത് സർ ആൻമരിയ. ഓക്കെ, നമുക്ക് വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ സം ഡിവൈഡഡ് ബൈ ഒരു ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ വശങ്ങളുടെ എണ്ണം കിട്ടും. പക്ഷെ ഇവിടെ ഒരു ഇന്നർ ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. ഔട്ടർ ആംഗിളിന്റെ സം അറിയാം നമുക്ക്. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇന്നർ ആംഗിൾ അകക്കോൺ എന്ന് പറയുന്നത് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 135 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുറം കോൺ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? രണ്ടുപേരെയും കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിയാണ്? രണ്ടുപേരെയും കൂട്ടുമ്പോൾ 180 ആണ് അല്ലെ? അതിനകത്ത് ഒരാൾ 135 ആണെങ്കിൽ രണ്ടാമത്തെ ആളെ കണ്ടുപിടിക്കാൻ മൈനസ് ചെയ്താൽ പോരെ? അതിൽ നിന്നും എത്ര ഡിഗ്രി വരും?
45 ഡിഗ്രി. ഒരു ഔട്ടർ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ നമ്പർ ഓഫ് സൈഡ് കണ്ടുപിടിക്കാലോ. n is equal to sum divided by 1 outer angle. ക്ലിയർ ആണോ? ഔട്ടർ ആംഗിൾ മൊത്തം എത്ര ഡിഗ്രി ആയിരിക്കും? അത് മാറത്തില്ല അല്ലെ, എപ്പോഴും എത്ര ഡിഗ്രി തന്നെയായിരിക്കും? 360 ഡിഗ്രി തന്നെയായിരിക്കും അല്ലെ, അത് മാറത്തേയില്ല. 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ ഒരു ഔട്ടർ ആംഗിൾ ഇപ്പൊ കണ്ടുപിടിച്ചു, എത്രയാണ്? 45. ഓക്കെ, ഇതാണ് നമ്പർ ഓഫ് സൈഡ്. പറയല്ലേ കേട്ടോ. ആൻസർ കിട്ടിയോന്ന് റേസ് ഹാൻഡ് ചെയ്തേ. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ക്വസ്റ്റൻ ആണ്, അടിപൊളിയായിട്ട് ചെയ്യണം. ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ എന്താണ് റേഷ്യോ 3 ആണെങ്കിൽ ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ. ഓക്കെ, ഡൗട്ട് കാര്യങ്ങൾ വേറെ എക്സ്ട്രാ ക്വസ്റ്റൻ ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, കണ്ടിട്ട് പറഞ്ഞു തരാം. 4:5 ആണെന്ന് അല്ല, ഇതാണല്ലോ ക്വസ്റ്റ്യൻ. 4:5 ആണെങ്കിൽ ഇന്നർ ആംഗിൾ ഔട്ടർ ആംഗിൾ ഇത് നമ്മൾ ചെയ്തിരുന്നു തോന്നുന്നു. 4x 5x കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ഇതിന് എക്സ് കണ്ടുപിടിച്ചിട്ട് 4 × x 5 × x ചെയ്താൽ മതി കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തോ ഡിസ്കസ് ചെയ്തു എന്ന് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ. ഓക്കെ സാർ, അടുത്താളൊന്ന് വിളിച്ചോളൂ. ജഹാംഗീർ. എത്ര വന്നു? എത്ര സൈഡാണ് 360 ഡിവൈഡഡ് ബൈ 45? എത്രയാ 360 ഡിവൈഡഡ് ബൈ 45? ഹലോ. ഹലോ, എത്രയാ ഉത്തരം വന്നത്? എന്തു പറ്റി കേറാൻ വൈകിയേ? അപ്പൊ ഗ്രൂപ്പില് വരുന്ന മെസ്സേജ് ഒന്നും നോക്കാറില്ലേ? അത് ഇന്നലെ ഇട്ട മെസ്സേജ് ആണല്ലോ. ഉമ്മ കണ്ടെങ്കിൽ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അത് ചെക്ക് ചെയ്യണ്ടേ? റിവിഷൻ ടൈം ഒക്കെ അല്ലേ. കുഴപ്പമില്ല, വെറുതെ ഇരിക്കാതെ ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗം ചെയ്യാൻ നോക്കാം. അടുത്ത മാളവിക. 360 ഡിവൈഡഡ് ബൈ 45 എത്രയാ? 8 വശങ്ങൾ. അവിടെ ഡിഗ്രി ഇട്ട് വെക്കരുത് കേട്ടോ. 8 സൈഡ്സ്. മോർണിംഗ് ബാച്ചും ഈവനിങ് ബാച്ചും നല്ല മിടുക്കന്മാരായ കുട്ടികൾ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അവർ ഡിഗ്രി എന്നൊക്കെ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോ അടിപൊളിയായിട്ട് മനസ്സിലായെങ്കിലും ടാറ്റ തന്നെ. ലേറ്റ് ആയി കയറിയ ചേട്ടന്മാരെ ചേച്ചിമാരെ, 6 മണിക്കായിരുന്നു ക്ലാസ്. ഒരു 3 ക്വസ്റ്റ്യൻസ്. എത്ര ക്വസ്റ്റ്യൻസ് ആയിടാ? ഒന്ന് ടാറ്റ കാണിച്ചാൽ എത്ര ക്വസ്റ്റ്യൻസ് ആയി? 3 4 4 ക്വസ്റ്റ്യൻസ് ആയിട്ടോ. കുഴപ്പമില്ല, കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എടുത്തത്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്താലോ? റെഡി ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ആക്ച്വലി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഈ തവണ അവര് ടെക്സ്റ്റ് ബുക്കിൽ എന്തോ അത് ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഫിഗർ വരക്കാം കേട്ടോ. ആദ്യം ഒരു ഹെക്സഗൺ വരക്കുക. ഹെക്സഗൺ ട്ടോ, അതായത് 6 സൈഡ് ഉണ്ട്. സൈഡ് ഉണ്ട്. സ്കെയിലും പെൻസിലും എടുത്ത് ഭംഗിയിൽ വരക്കണം കേട്ടോ. ആദ്യം ഇതിൽ ഇറക്കി വരച്ചോളൂ കേട്ടോ, ഇറക്കി വരക്കണേ. ആദ്യം ഒരു ഹെക്സഗൺ വരക്കുക. അതിനുശേഷം ഈ ഒരു സൈഡ് വീണ്ടും വേറൊരു പെന്റഗന്റെ സൈഡായിട്ട് വരക്കുക. വേഗം വരച്ചോളൂ കേട്ടോ. നമുക്കത് എടുത്ത് മാറ്റിയിട്ടുണ്ട്, എന്നാലും പറയാൻ പറ്റില്ല, ചിലപ്പോൾ എക്സാമിന് അവരിത് ഇട്ടാലോ. ഓക്കെ, പെന്റഗൺ പോലെ ഇല്ലല്ലേ, കുറച്ചും കൂടി ഒന്ന് ഭംഗിയിലാക്കിയേക്കാം. ഓക്കെ, മതി. കെമിസ്ട്രിയില് ഇവർക്ക് ഉണ്ടാവില്ലായിരിക്കും ഇപ്പൊ പഠിക്കാൻ, വലിയ ക്ലാസ്സിലോട്ടാകുമ്പോഴായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഒരു ഹെക്സഗൺ ഉണ്ട്, ഒരു പെന്റഗൺ ഉണ്ട്. ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ വന്നാൽ മതി കേട്ടോ. എ ഇവൻ ബി ഇവൻ സി മാർക്ക് ചെയ്യണം കേട്ടോ. എയും ബിയും സിയും. കഴിഞ്ഞ തവണത്തൊക്കെ ടെക്സ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, മിസ്സേ എൻ്റെ ഡ്രോയിങ് സ്കിൽസ് പോയി. പെന്റഗണിന്റെ ആംഗിൾ കണ്ടുപിടിക്കണം.
പെന്റഗന്റെ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. രണ്ടാമത്തത് ഷഡ്ഭുജം ഹെക്സഗണിന്റെ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. അടുത്ത ചോദ്യം സബ് ക്വസ്റ്റ്യൻ സി, ആംഗിൾ എ ബി സി കണ്ടുപിടിക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 ക്വസ്റ്റ്യൻസ്. ആദ്യം നിങ്ങൾ ആ ഫിഗർ ഒന്ന് വരക്കാം കേട്ടോ. യെസ് മിസ്, നാളെ കൂൾ വാട്ടർ മെലൻ ജ്യൂസ് വേണോ? നല്ല, ഞാൻ നാളെ എന്താ പ്രത്യേകത? ആദ്യം പെന്റഗണിന്റെ ഒരു ആംഗിൾ കണ്ടുപിടിക്കുക. വേഗാവട്ടെ, സിമ്പിൾ അല്ലേ? ആ സർ, ഒരാളൊന്ന് വിളിച്ചോളൂ. വൈഷ്ണവി. ഹലോ വൈഷ്ണവി. ആ, പെന്റഗണിന് എത്ര സൈഡ് ഉണ്ട്? 5 സൈഡ് ഉണ്ട്. ഇവന്റെ സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാലോ നമുക്ക് ആദ്യം. 5 പേരെയും കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടുമെന്ന്. ഓക്കെ, സം അഥവാ തുക, പഞ്ചഭുജം കേട്ടോ, തുക. എന്താണ് ഇക്വേഷൻ? n മൈനസ് 2 into 180 ഡിഗ്രി. ഓക്കെ, അടുത്ത ആളെ വിളിച്ചോളൂ സർ. ഗ്ലാഡ്വിൻ. n മൈനസ് 2, n എന്ന് പറഞ്ഞാൽ എത്രയാണ് ഗ്ലാഡ്വിനെ? എത്രയാ? 5. അപ്പോ 5 മൈനസ് 2 ഇൻറ്റു 180 ഡിഗ്രി. 5 മൈനസ് 2 എത്ര? 3 ഇൻറ്റു 180 ഡിഗ്രി. കിട്ടിയായിരുന്നോ ഉത്തരം? എത്ര? 540 ഡിഗ്രി. വെരി ഗുഡ്. എല്ലാരും നോക്കിക്കേ, ഈ പെന്റഗണിന്റെ ഈ 5 പേരെയും 5 ആംഗിൾസും കൂട്ടുമ്പോൾ 540 കിട്ടും. ഓക്കെ, ഒരാംഗിൾ കണ്ടുപിടിക്കാൻ ഈ 540നെ 5 പേർക്ക് വീതിച്ചു കൊടുക്കണം. ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ പോരെ? ക്ലിയർ ആണെങ്കിൽ ടാറ്റാന്നേ, മറന്നിട്ടില്ലല്ലോ ഇതൊക്കെ. ഓക്കെ, എല്ലാവരെയും കൂടി കൂട്ടുമ്പോൾ 5 പേരെയും കൂട്ടുമ്പോൾ 540. ഒരാളെ കണ്ടുപിടിക്കാൻ 540 ഡിവൈഡഡ് ബൈ 5. ക്ലിയർ? ഓക്കെ. അപ്പൊ വേഗം ആൻസർ കണ്ടുപിടിച്ച് 1 ആംഗിൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഈച്ച് ആംഗിൾ ഓരോ കോണും കണ്ടുപിടിക്കാൻ 540 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആൻസർ കിട്ടിയവരൊന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. ഇത് കഴിഞ്ഞവര് ഹെക്സഗൺ ഷഡ്ഭുജം കണ്ടുപിടിക്കുക. അവന് 6 വശങ്ങളുണ്ട്, 6 സൈഡ്. ഇവിടെ 5 കൊടുത്തു, അവിടെ 6 കൊടുക്കണം. അത് തനിയെ ചെയ്യത്തില്ലേ? പെന്റഗന്റെ മിസ് കൂടെ ചെയ്തു, ഹെക്സഗന്റെ തനിയെ ചെയ്യുക. ഓക്കെ സാർ, ഒരാളൊന്ന് വിളിച്ചോളൂ. എത്ര വന്നു? 540 ഡിവൈഡഡ് ബൈ 5 എത്രയാ? ആരാ? എത്ര വന്നു? 540 ബൈ 5 എത്രയാ? 108. വെരി ഗുഡ്. എത്ര പേർക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ വന്നിട്ടുണ്ടോ? ഒന്ന് ടാറ്റാന്നേ. ഈ ഒരു ആംഗിളും 108 ഡിഗ്രി ആയിരിക്കും, ഇവനും 108 ഡിഗ്രി ആയിരിക്കും, ഇവനും 108. ഞാൻ 180 നാളെ 108 ഡിഗ്രിയാണ്, ഇവനും 108 ഡിഗ്രിയാണ്, ഇവനും 108 ഡിഗ്രിയാണ്, ഇവനും 108 ഡിഗ്രിയാണ്. ഇവരെ 5 പേരെയും കൂട്ടുമ്പോൾ ആണ് 540 കിട്ടുന്നത്. കുറച്ച് പേര് 18 അയച്ചിട്ടുണ്ട്. എടാ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി, 18 5 തവണ കൂട്ടിയാൽ 540 കിട്ടോ? ഇല്ല. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അടുത്തത് ചെയ്തോളൂ കേട്ടോ, ഹെക്സഗൺ ചെയ്തോളൂ. ഡൗട്ട് ഉള്ളവർ മാത്രം നോക്കുക. 5 കൊണ്ട് 540 ഡിവൈഡ് ചെയ്യണം. 1 5 5 0 ആയി പോയി, ഫുള്ള് പോയി കേട്ടോ. 4 ഇറക്കി എഴുതി, അത് പോവോ? 4 ഇല്ല. അടുത്ത ആളും ഡയറക്റ്റ് ഇറക്കി എഴുതുമ്പോൾ ഇവിടെ എന്താ? 0. അപ്പൊ നമുക്ക് കിട്ടി 40. ഓക്കെ, ഇങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഹെക്സഗൺ ഇതുപോലെ തന്നെ ഒന്ന് കണ്ടുപിടിച്ചേ. ഹെക്സഗണിന്റെ ഇവിടെ 5 സൈഡ് ആയപ്പോൾ എന്നിന് പകരം 5 കൊടുത്തു. ഹെക്സഗൺ 6 സൈഡ് ഉണ്ട്, അപ്പൊ എന്നിന് പകരം 6 കൊടുക്കണം. സാർ ഒരാളൊന്ന് വിളിച്ചോളൂ. ആരാധ്യ. ഷഡ്ഭുജം ഹെക്സഗൺ. ഓക്കെ, ഹെക്സഗണിന്റെ സൈഡ് എത്രയുണ്ട്? n എന്ന് പറഞ്ഞാൽ 6 ഉണ്ട്. അപ്പൊ സം തുക, അതായത് ഇന്നർ ആംഗിൾസ് അകം കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? n മൈനസ് 180 ഡിഗ്രി. n എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 6 മൈനസ് 2 ഇൻറ്റു 180 ഡിഗ്രി. 6 മൈനസ് 2 വെരി ഗുഡ്. 4 ഇൻറ്റു 180 ഡിഗ്രി. കിട്ടിയായിരുന്നോ? പറയല്ലേ.
ചെയ്യുന്നുള്ളൂ അപ്പൊ ചെയ്തോ. ഓക്കെ, ആൻസർ വന്നവരൊക്കെ റേസ് ഹാൻഡ് ചെയ്യാം കേട്ടോ. ഹെക്സഗണ്ട് കിട്ടിയവര് റേസ് ഹാൻഡ് ചെയ്യാം. വിളിച്ചോളൂ സാർ. ഇത്ര മേട കഴിഞ്ഞോ? ഇവാനിയ, ഹെക്സഗണ്ട് എല്ലാ ആംഗിൾസും കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിയാണ്? വെരി ഗുഡ്, 720 ഡിഗ്രി. 6 പേരെയും കൂട്ടുമ്പോൾ 720. ഒരാളെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 720നെ 6 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. 6 പേരുണ്ട്, 6 പേർക്ക് ഭാഗിച്ചു കൊടുക്കണം. വെരി ഗുഡ് ട്ടോ. ഓക്കെ, ഈച്ച് ആംഗിൾ ഓരോ കോണും കണ്ടുപിടിക്കാൻ ഇപ്പോ കിട്ടിയ ആകെ ആംഗിളിനെ 6 പേർക്ക് വീതിച്ചു കൊടുക്കണം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആൻസർ കിട്ടിയവർ ഒന്ന് ടാറ്റ തരാവോ? ഓക്കെ സാർ, അടുത്ത ആളൊന്ന് വിളിച്ചോളൂ. ആദി, 720 ഡിവൈഡഡ് ബൈ 6 എത്ര വന്നു? 120 ഡിഗ്രി. വെരി ഗുഡ്. അപ്പോ ദാ ഈ ഒരു ആംഗിൾ 120. മ്യൂട്ട് ചെയ്തോളൂ ട്ടാ. ദാ ഇവൻ 120 ഡിഗ്രി, ഇവനും 120 ഡിഗ്രിയാണ്. എല്ലാവരും 120 ഡിഗ്രിയാണ്. എത്ര പേരുടെ ശരിയായടാ? എത്ര പേരുടെ ശരിയായി? 120 120. സിമ്പിൾ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഹെക്സഗൺ അതുകൂടി ഒന്ന് പറഞ്ഞേക്കാം. എടാ എക്സാമിന് ചിലപ്പോ ഈ ഹെക്സഗന്റെ കൂടെ ഇപ്പൊ പെന്റഗണ് വരും, സ്ക്വയർ വരും, സമചതുരം. അതൊന്നും ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ ആംഗിളും 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്, അറിയാലോ. അങ്ങനെയും വന്നിട്ടുണ്ട്. ഏതോ എക്സാമിനോ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കൊരു ഓർമ്മയുണ്ട് കേട്ടോ. ഇവിടെ ചിലപ്പോൾ സ്ക്വയർ മതി നമ്മൾ പറ്റിക്കാൻ, എന്നാലും ഇതുപോലെ തന്നെ ചെയ്തു പോകാം. ഓക്കെ, യെസ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതാണ് എനിക്ക് വേണ്ട ഒരു ക്വസ്റ്റ്യൻ. ആംഗിൾ എ ബി സി കണ്ടുപിടിക്കണം. അതായത് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. എന്തെങ്കിലും ഐഡിയ വന്നവരുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാം. ആ ഒരു കോൺ എത്ര ഡിഗ്രിയാണ്? ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യാം. ഓക്കെ സാർ, ഒരാളൊന്ന് വിളിച്ചോളൂ. ഇവാ റോസ്. ഞാൻ കളർ ചെയ്ത എ ബി സി എന്ന് പറയുന്ന ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ആ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞേടാ. 360 വെരി ഗുഡ്. ഇതേ സ്റ്റെപ്പ് പറയാനിരുന്നവരെല്ലാരും ടാറ്റാന്നേ. അടിക്കണം, കൈ അടിക്കണം, നിങ്ങൾക്കും കൂടിയാണ് അല്ലെ? അതായത് എല്ലാരും അറിയാത്തവരൊന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു ബി എന്ന് പറയുന്ന പോയിന്റിന് ഈ 3 അല്ലെ, ഈ ചുറ്റുമുള്ള ആംഗിൾ, ഒരു പോയിന്റിന് ഫുള്ള് ചുറ്റിനുള്ള ആംഗിൾ 360 ഈ 360 ഡിഗ്രിന്ന് ഈ 108 ഡിഗ്രിയും ഈ 120 ഡിഗ്രിയും മൈനസ് ചെയ്താൽ ബാക്കിയുള്ള ആംഗിൾ കിട്ടും. മനസ്സിലായോ ടാറ്റാന്ന്? ഓക്കെ, അതായത് ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. അതായത് ഇങ്ങനെയാണ് ആ ലൈൻസ് വന്നിരിക്കുന്നത് അല്ലെ. ഇതാണ് ഈ ഒരു പാർട്ട് വന്നിരിക്കുന്നത്. ഇത് 108 ഡിഗ്രി, ഇവൻ 120 ഡിഗ്രി. ഈ മൂന്നാമത്തെ ആളെ കണ്ടുപിടിക്കാൻ ആ 360 ടോട്ടല് ആ 3 പേരെയും കൂട്ടുമ്പോൾ 360. 360ന്ന് ഈ 108ഉം ഈ 120 മൈനസ് ചെയ്താൽ ഇവനെ കിട്ടൂലേ? ഇപ്പൊ ഐഡിയ ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. ഒരു ലൈനിന്റെ ഫുൾ ആംഗിൾ 360ന്റെ പകുതി 180 ഡിഗ്രിയാണ്. ഓക്കെ, ആൻസർ കിട്ടിയവരൊക്കെ ഒന്ന് റേസ് ഹാൻഡ് ചെയ്തേ. ആൻസർ കിട്ടിയവരൊക്കെ ഒന്ന് റേസ് ഹാൻഡ് ചെയ്തേ. എത്ര ഡിഗ്രിയാണ് വന്നത്? ആൻസർ കിട്ടിയവരൊക്കെ ഒന്ന് റേസ് ഹാൻഡ് ചെയ്യാ. ആംഗിൾ ഇത്ര വരെ കഴിഞ്ഞോ? എ ബി സി കണ്ടുപിടിക്കാൻ 360ന്ന് ഈ 2 പേരെ കുറക്കാം. 108നെയും 120നെയും കൂട്ടിയിട്ട് അങ്ങ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ സാർ, ഒരാളൊന്ന് വിളിച്ചോളൂ. ആരാ? ഇഷ്ണ. ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. യെസ്, ആൻസർ കിട്ടിയ ഒരാളൊന്ന് വിളിച്ചോളൂ സാർ. 360 മൈനസ് ഇവരെ തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര വന്നു? ആരാ? ഇഷ്ണ. ഓക്കെ, എത്രയാ വന്നത്? ഇവരെ പ്ലസ് ചെയ്തപ്പോ 228 മൈനസ് ചെയ്തപ്പോ എത്ര വന്നു? 133 പറയാ. ഓക്കെ, 132. എത്ര പേർക്ക് തനിയെ ചെയ്തിട്ട് ആൻസർ വന്നവരുണ്ട്? ഞാൻ വിചാരിച്ചില്ല കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ നിങ്ങളിലേക്ക് കത്തും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല. കുഴപ്പമില്ലല്ലോ, സെറ്റ് ആണ്. ഓക്കെ, യെസ്. കുറച്ചു നേരം അതിൽ എഴുതുന്നേ. വരക്കുന്ന ഒരു ഹിസ്റ്റോഗ്രാം അങ്ങ് വരച്ചാലോ? റെഡി? അത് ഭയങ്കര ഇഷ്ടമാണ്. എടാ, ഹിസ്റ്റോഗ്രാം വരക്കുന്ന ക്വസ്റ്റ്യൻസിലും മാർക്ക് കളയരുത്. എന്റെ റിക്വസ്റ്റ് ആണ്. ഒരു 1/2 മാർക്ക് പോലും കളയരുത്. നല്ല ഭംഗിയിലൊക്കെ വരയ്ക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞോ? 132 കേട്ടോ.
ഒരു രൂപത്തിനുണ്ട്. ഓക്കെ, സെറ്റ് ആണോ? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ഞാൻ ചോദ്യം എഴുതി തരാം, നിങ്ങൾ ആ വരച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. ഇവിടെ തന്നെ ഞാൻ എഴുതാം. ഡെയിലി ഇൻകം ആൻഡ് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് ആണ് തന്നിരിക്കുന്നത്. എടാ ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ ഈ ഒരു ഡാറ്റ. ക്വസ്റ്റ്യൻ എഴുതി എടുക്കണം. 1 2 3 4. വാവ്, ഡെയിലി ഇൻകം. അവിടെ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് ഞാൻ വെറുതെ നമ്പർ എഴുതുന്നുള്ളൂ കേട്ടോ. 500 to 550, 550 to 600, 600 to 650, 650 to 700, 700 to 750. 10, 20, 30, 20, 10. സിമ്പിൾ ക്വസ്റ്റ്യൻ. വേഗം വരച്ചോളൂ കേട്ടോ. ഞാനും വരക്കാൻ പോവാണേ. ജസ്റ്റ് 10, 20, 30 മാത്രമേ ഉള്ളൂ. 30 വരെ വന്നിട്ടുള്ളൂ ഇവിടെ. 500, 1, 2, 3, 4, 5, 6 എണ്ണം വേണം. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. എന്താ പിള്ളേരെന്താ പറയുന്നത്? ടീച്ചർ നോർത്ത് പറവൂർ തന്നെയുള്ള ഡേസി ഡംപ്ലിങ്സിൽ പോയിട്ടുണ്ടോ? അവിടെ നല്ല ബോബ ടീയും മോമോസും കിട്ടും. നേരത്തെ ഒരു ഓഫർ ഉണ്ടായി. മോമോസ് വാങ്ങിച്ച ഒരു ബോബ ടീ ഫ്രീ. ഡേസി ഡംപ്ലിങ്സിൽ പോയി. നല്ല ഷോപ്പാണ്. ഈ ഡേസി ഡംപ്ലിങ്സ് പറവൂര് ഓണർ എന്റെ ഫ്രണ്ടാണ്. ആകാശ് എന്റെ ഫ്രണ്ടാണ്. അവന്റെയാണ് ആ ഡേസി ഡംപ്ലിങ്സ്. ഞാൻ എപ്പോഴും പോവാറുണ്ട് അവിടെ. മോമോസ്, അവിടത്തെ ക്രീമി മോമോസും പിങ്ക് പാന്തർ മോമോസും ഇറ്റ്സ് വെരി ടേസ്റ്റി. എന്നോ പിങ്ക് പാന്തർ അടിപൊളിയാ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചെലവ് നിങ്ങൾ എടുക്കോ? അങ്ങനെ ഞാൻ പറയാം. എന്റെ ഫ്രണ്ടാണ്, പക്ഷെ പൈസ കൊടുക്കണ്ടേ? ഭക്ഷണം കഴിച്ച പൈസ കൊടുക്കണ്ടേ അല്ലേ? ആകാശ് എപ്പോഴും ഉണ്ടാവാറില്ല അവിടെ. എനിക്കവിടെ ആദ്യമായിട്ടൊരു ഗിവ് അവേ ആണ് കിട്ടിയത്. ഗിവ് അവേ അറിയാലോ എന്താന്നുള്ളത്. ഗിവ് അവേ ആണ് എനിക്ക് ആദ്യം അടിച്ചത്. എന്റെ തറവാടിന്റെ അടുത്താണ് ആകാശിന്റെ വീട്. അങ്ങനെയും അറിയാം. ഗിവ് അവേ കിട്ടി. എന്റെ വീടിന്റെ തൊട്ട് ബാക്കിലെ ചേച്ചിക്കും ഗിവ് അവേ കിട്ടി. 30 മോമോസ് ആണ് അന്ന് കിട്ടിയത് എനിക്ക്. കൊറോണയുടെ ടൈം ഉണ്ടോ. അവര് കഴിക്കൂല വീടിന്റെ ബാക്കിലുള്ളവര്. അതൊക്കെ അങ്ങ് കഴിച്ച്. യെസ്, ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചറെ വളച്ചെടുത്താലാ? മിസ്സിനെ വളച്ചെടുത്ത എല്ലാ ദിവസവും ഞാൻ വളച്ചെടുത്ത. എടാ നോ ദൈവമേ. 500, 550 ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചോളാടാ. പൈസ കൊടുത്ത് കഴിച്ചോളാം. ഫ്രീ ആയിട്ടൊന്നും വേണ്ട. ഞാൻ കണ്ടായിരുന്നു അവിടെ ആലുവയില് നമ്മുടെ സെന്റർ ഇല്ലേ, ന്യൂട്ടൺസിന്റെ. എടാ ഞാൻ വരച്ചോട്ടെ? വരച്ചു കഴിഞ്ഞ ഒരു റീസൺ ഞാൻ വരച്ചോട്ടെ? ഓക്കെ, നിങ്ങൾ വരച്ചോളൂ കേട്ടോ, എന്നെ നോക്കണ്ട. ആലുവയില് പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട്, അവിൽ മിൽക്കിന്റെ. ബാങ്ക് ജംഗ്ഷന് മുൻപ്. ആലുവക്കാരുണ്ടോ? എന്നെ നന്നാവാൻ സമ്മതിക്കൂല അല്ലേ? കഴിച്ച് ഇങ്ങനെയായി. എന്റെ ഡ്രസ്സൊന്നും കേറുന്നു. ഞാൻ കുറെ ഡ്രസ്സ് വേറെ ഇപ്പം മേടിച്ചു കഴിഞ്ഞ ദിവസം, ഡ്രസ്സ് കേറാനിട്ട്. ജിമ്മൊന്നും ഇവിടെ മിണ്ടാൻ പാടില്ല. ഒരു ദിവസം പോയുള്ളൂ ഞാൻ. പാർവതി മിസ്സിന്റെ ഒരു ചെലവുണ്ട്. ആന്റിന്ന് ഞാൻ ഇപ്പൊ 3 ദിവസമായിട്ട്. ഇന്നലെ ഉച്ചക്ക് ചട്ടിച്ചോറ് അൽസാജിന്ന്.
നല്ലായിരുന്നു ചട്ടിച്ചോറ്. അതിന് മുന്നത്തെ ദിവസം രാത്രി ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, പിന്നെ ഒരു 3 ടൈപ്പ് അൽഫാം, എന്തൊക്കെയോ. അതിന് മുന്നത്തെ ദിവസം ടിയാൻടിയിലെ ഷവായി. 3 ദിവസമായിട്ട് നല്ല കോളാണ്. ഇന്നിനിപ്പോ കസിൻ ഉണ്ട് വീട്ടില്, എന്തെങ്കിലും മേടിച്ചിട്ട് പോണെങ്കിൽ. ഞാൻ ആരെയും കേട്ടില്ല ഇന്നത്തെ ദിവസം. ആക്ച്വലി നിങ്ങളുടെ പ്രായത്തിൽ ഞാൻ ഇതൊന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ കഴിച്ചു തുടങ്ങിയത്. അതെ, ഫുഡിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോ. മാത്സിന്റെ മാത്രമല്ല ഫുഡിന്റെ, അങ്ങനല്ലേ പറയാ. ഞാനെന്തോ പറയാൻ വന്നതായിരുന്നു, മറന്നുപോയി. എടാ എന്റെ വരച്ചു കഴിഞ്ഞു കേട്ടാ. ഒന്ന് ഡെയിലി ഇൻകം ഒന്ന് ഞാൻ നോട്ട് ചെയ്തോട്ടെ, ഇവിടെ ഒന്ന് എഴുതിക്കോട്ടെ. എന്താ മിസ്സിന്റെ? എന്റെ ആരോഗ്യമൊക്കെ പോയി ഇങ്ങനെ കഴിച്ച്. അവിടെ പുഴു വരുമെന്നാ? ആ, അത് അവിടുത്തെ നമ്പർ ഓഫ് നിൽക്കട്ടോ, ഹൗസ് ഹോൾസ്. എനിക്ക് പറഞ്ഞു എഴുതിയില്ലെങ്കിൽ എന്തോ പോലെ തോന്നും, സ്പെല്ലിങ് തെറ്റും. അത് അവിടുത്തെ മാങ്ങ സലാഡ് ഇല്ലേടാ, അതിൽ നിന്ന് വന്നായിരിക്കും. എനിക്ക് കഴിച്ചിട്ട് കുഴപ്പമില്ലാന്ന്, ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴിഞ്ഞവര് റൈസ് ഹാൻഡ് ചെയ്യാം കേട്ടോ. വരക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടാവൂല, എനിക്കറിയാം. ഉണ്ടെങ്കിൽ പറയണേ. ക്രിസ്ത്യൻസും മുസ്ലിംസും നോമ്പിലാണ്. നോമ്പ് കള്ളന്മാരൊക്കെ ഉണ്ടാവും ഇവിടെ ഇടയില്. ഞാൻ ഓഫ്ലൈനിൽ പോകുമ്പോൾ നേരിട്ട് പിടിക്കാറുണ്ട്. ഞാൻ ഇതുവരെ ഫ്രണ്ട്സിനെ നോമ്പ് തുറയിൽ ഇരുന്നിട്ടില്ല. എന്നെ ആലുവയിൽ ഒരാൾ വിളിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ സംഭവങ്ങൾ അറിയില്ല. ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും വരച്ചു കഴിഞ്ഞവരൊക്കെ റേസ് ഹാൻഡ് ചെയ്യാം കേട്ടോ. സ്ക്രീനിലേക്ക് കാണിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഞാൻ കാണുന്നുണ്ട് കേട്ടോ, നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന പേര് വിളിക്കുന്നില്ല എന്നുള്ളൂ. കുറെ പേര് വരച്ചത് കാണുന്നുണ്ട്. 10, 20, 30 ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ വെറുതെ എടുത്താൽ മതി. 10, 20, 30. നിങ്ങൾ ചിലപ്പോൾ വേണമെങ്കിൽ 5, 10, 15, 20, 30, 35 എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. കുഴപ്പമില്ല, എങ്ങനെ എടുത്താലും കുഴപ്പം. ഓക്കേടാ കണ്ടു കേട്ടോ. ഓക്കെ, സെറ്റാണോ? കഴിഞ്ഞവരൊക്കെ റേസ് ഹാൻഡ് ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. കഴിഞ്ഞവരെല്ലാരും റേസ് ഹാൻഡ് ചെയ്യാം കേട്ടോ. പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കേടാ. അടുത്ത ക്വസ്റ്റ്യൻ. അതിന് മുന്നത്തെ ദിവസം പാർവതി മിസ്സായിട്ട് പോയായിരുന്നു. അല്ല, ടിയാൻടിയിൽ മിസ്സായിട്ട് പോകാൻ നടന്നിട്ടില്ല. ഞങ്ങൾ പോയത് ഇവിടെ അടുത്തൊരു ഷോപ്പിലാണ്. ചില്ലി ചിക്കനും ചില്ലി പോർക്കും ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും ചില്ലി പോർക്കും. കുറച്ച് ദിവസമായി. ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെയും പോയി ഒരു ഷേക്കും ബർഗറും കഴിക്കാൻ. നെക്സ്റ്റ് അവിടെ വന്നോ? ഞാൻ കഴിച്ചിട്ടുണ്ടത്. യെസ്, ഫ്രൂട്ട് കോഫി. എഴുതിയെടുത്തോളൂ കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നില്ലേ കഴിഞ്ഞ ദിവസം മിസ് ഡയറി എന്തോ പാസ്വേഡ് ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഡയറി പോലത്തെ. അതെടുത്ത് നോക്കിയപ്പോ ഏറ്റവും ബാക്ക് പേജിലേ അമ്പോ ആവലിൻ. ഓക്കെ, അപ്പോ ഡയറിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ഡയറിയിൽ എഴുതി വെച്ചേക്കുന്നു. ആഗ്രഹങ്ങൾ കേട്ടാ നിങ്ങൾ ഞെട്ടും. കുറെ നടന്നു. ഞാൻ ഈ കൊറിയൻ ഡ്രാമ കാണുമ്പോൾ അതിലുണ്ട്. അത് അവരെന്തോ ആഗ്രഹം എഴുതിയിട്ട് എന്തോ ഒരു എന്താടാ സ്റ്റിക്കി നോട്ടല്ല, ആഗ്രഹം എഴുതിയിട്ട് എന്തോ ഒരു സാധനത്തിൽ ഇട്ട് വെച്ച് അത് നടക്കുന്നു. കൊറിയൻ ഡ്രാമയിലൊക്കെ ഉണ്ട്. ഇല്ല, അതുപോലെ ഇട്ട് വെച്ചില്ല. ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ്. അൽഫാം കഴിക്കണം,
മന്തി കഴിക്കണം. ഞാനത് പണ്ട് ഇവരുടെ പ്രായത്തിൽ അന്നില്ലല്ലോ, ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. അൽഫാം കഴിക്കണം, മന്തി കഴിക്കണം, ബർഗർ കഴിക്കണം, പിസ്സ കഴിക്കണം. ഐ ലവ് കൊച്ചി എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോകണം. എവിടെ? അബ്രോമാളില്. അന്ന് പേരൊന്നും അറിഞ്ഞൂടാ. കോഴിക്കോട് ബീച്ചിൽ പോകണം, ഫ്ലൈറ്റിൽ കയറണം, ട്രെയിനിൽ കയറണം, എനിക്ക് ഇഷ്ടമുള്ള ചെരുപ്പ് മേടിക്കണം. അതൊക്കെയാണ് എന്റെ ആഗ്രഹങ്ങള്. കൊറേ നടന്നുട്ടാ. മോമോസ് കഴിക്കണം, അതുണ്ട്. മോമോസ് കഴിക്കണം, അതും ഉണ്ടായിരുന്നു ആഗ്രഹം. ബാക്കി ഞാൻ ഓർക്കുന്നില്ല. പിന്നെ കുറച്ച് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്കുണ്ടാവും. താജ്മഹൽ കാണണം, ഹൗസ് ബോട്ടിൽ പോണം, അങ്ങനെ സ്വന്തമായിട്ട് ഫോൺ മേടിക്കണം. നിങ്ങൾക്കുണ്ടാവില്ല ഓരോ ആഗ്രഹങ്ങളൊക്കെ. അതിനുവേണ്ടി വർക്ക് ചെയ്യാം, നടക്കും എന്നെങ്കിലും. ഓക്കെ, യെസ്. അപ്പൊ ആൻസേഴ്സ് ഒക്കെ കിട്ടിയെന്ന് തോന്നുന്നു. സ്റ്റാർട്ട് ചെയ്താലോടാ? റെഡി ആണോ? ആൻസർ കിട്ടിയവരുണ്ടോന്ന് ടാറ്റാന്നേ. ഓക്കെ, അതായത് ഒരു സമപാർശ്വ ത്രികോണമുണ്ട്, ഐസോസലസ് ട്രയാങ്കിൾ ഉണ്ട്, രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. അതല്ലേ ഐസോസലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത. ഓക്കെ ആണോ? ഓക്കെ, അതില് ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 120 ഡിഗ്രിയാണ്. ഓക്കെ, ഒരു ആംഗിൾ 120 ഡിഗ്രിയാണ്. രണ്ട് ആംഗിൾ 120 ആവൂല. 120 പ്ലസ് 120 ചെയ്യുമ്പോ 240. അങ്ങനെ പറ്റുമോ? ഒരു ട്രയാങ്കിളിന്റെ ആകെ 180 ഡിഗ്രി അല്ലേ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് ആംഗിൾസ് എന്തായാലും 120 ആവില്ല. ഒരു ആംഗിൾ 120 ആകാം. അങ്ങനെയാണെങ്കിൽ ബാക്കി രണ്ട് ആംഗിൾസ് എത്രയാണ് നോക്കുക. ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്, രണ്ടു പേർക്കും ഓപ്പോസിറ്റ് എതിരെ വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കുമല്ലോ. ക്ലിയർ ആണെങ്കിൽ ടാറ്റ തന്നേ. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യേണ്ടത്, എല്ലാവരും നോക്കിക്കേ, ബാക്കി രണ്ട് ആംഗിൾസ് കിട്ടാനായിട്ട് ആദ്യം 180 നിന്നും 120 കുറയ്ക്കുക. അപ്പൊ എത്ര വരും? 60 ഡിഗ്രി എന്ന് വരും. ഈ 60 ഡിഗ്രിയെ ഈ രണ്ടു പേർക്കും ഭാഗിച്ചു കൊടുത്താൽ പോരെ? 30 30. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. കുറച്ചധികം പേര് ചെയ്ത് കഴിഞ്ഞവരുണ്ട്. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത് 1 മാർക്കിന് ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ തരട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മിസ് ബ്രേക്ക് എപ്പോഴാ? ബ്രേക്കിന്റെ ടൈം ആയിട്ടില്ലല്ലോ. മിസ് വളരെ സ്പീഡിലല്ല, പതിയൊക്കെയാണ് പോകുന്ന ക്ലാസ്സിൽ. ബ്രേക്ക് എടുക്കേണ്ട സമയം ആയിട്ടില്ല കേട്ടോ. ഓക്കെ, ബ്രേക്ക് തരും. 8:30 വരെയും ക്ലാസ് ഉണ്ട്. 7:30 ആകുമ്പോഴത്തേക്കും ബ്രേക്ക് തരും. സാധാരണ ബ്രേക്കിന്റെ ടൈമിൽ തന്നെ തരും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എഴുതി കഴിഞ്ഞവരൊന്ന് ടാറ്റ തന്നേ. എഴുതി കഴിഞ്ഞോ? ഓക്കെ, അടുത്ത ചോദ്യം. ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, സർക്കിളിന്റെ സെന്റർ O ആണ്. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഞാൻ പേര് കൊടുത്തേക്കാം, AB. ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ A എത്ര? ആംഗിൾ B എത്ര? തനിയെ ചെയ്യോ? സമയം വേണോ? 1 മിനിറ്റ്. എന്നാ വേഗം ചെയ്തു. നമ്മളൊന്നും വേണ്ട സാർ, ഇപ്പോ ഞങ്ങൾ ചെയ്തോളാം, അത്രേ ഉള്ളൂ. ഓക്കേടാ, ഒന്ന് തനിയെ ട്രൈ ചെയ്ത് നോക്കട്ടോ. തെറ്റോ ശരിയോ അതെല്ലാം രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം നന്നായിട്ട് എഴുതാൻ നോക്കുക. ഒന്ന് നോക്കി, ആംഗിൾ എയും ബിയും എനിക്ക് വേണം. ട്രയാങ്കിൾ ABC എന്ത് ട്രയാങ്കിൾ ആണെന്ന് വേണം. ഓക്കെ, ഒരാളൊന്ന് വിളിച്ചോളൂ സർ. ജെനിഫർ, ഈ ട്രയാങ്കിൾ ഒരു പ്രത്യേകത ഉണ്ടല്ലേ. OA എന്ന് പറഞ്ഞാലും OB എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. അതിന്റെ കാരണം എന്താ? OBയും OAയും ഈക്വൽ ആവാൻ കാരണം 60 ഡിഗ്രി ആവാൻ OAയും OBയും സൈഡ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതെന്താ കാരണം? രണ്ടുപേരും ഈക്വൽ ആവാൻ കാരണം അവനെനിക്ക് വേണം കേട്ടോ. അതിന് തൊട്ട് മുന്നേ മെസ്സേജ് അയച്ചവൻ. അതെ, മേലെ. അല്ലല്ല, ആ മെസ്സേജിന്റെ തൊട്ട് മേലെ കണ്ടോ? ജെനിഫർ, OA എന്ന് പറയുന്ന സർക്കിളിന്റെ എന്താ?
ഓ എ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് അല്ലേ? ആ സർക്കിളിന്റെ എന്താ? റേഡിയസ്. OBയോ? റേഡിയസ്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ OAയും OBയും ആരങ്ങളാണ്, റേഡിയൈ ആണ്. അങ്ങനെയാണെങ്കിൽ ആരം അല്ലെ, ആരങ്ങൾ. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡ് ഈക്വൽ ആയാൽ ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആയി? ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണമായി. ക്ലിയർ ആണെങ്കിൽ ടാറ്റ തന്നേ. മനസ്സിലായ? സമപാർശ്വ ത്രികോണത്തിന്റെ ബാക്കി രണ്ട് ആംഗിൾസ് കണ്ടുപിടിക്കാൻ തൊട്ട് മുന്നേ പഠിച്ചല്ലോ. സർ അടുത്താളെ വിളിച്ചോളൂ. ഈ റേഡിയസിന് രണ്ട് സൈഡിനും ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അടുത്താളെ വിളിച്ചോളൂ സർ. റാഫേൽ. ഓക്കെ, ഞാൻ നോക്കിയേക്കായിരുന്നു. ഓക്കെ, ഈ മൂന്ന് പേരെയും കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിയാണ്? 180 നിന്ന് ഈ ഒരു 60 ഡിഗ്രി മൈനസ് ചെയ്താൽ ബാക്കി എത്രയാ? ഈ ഒരു 60 മൈനസ് ചെയ്താല് 120 അല്ലെ? ഈ 120 ഇവനും ഇവനും ഭാഗിച്ചു കൊടുത്താ പോരെ? ചെയ്തു. 60 ഡിഗ്രി. അതായത് ആംഗിൾ എ എന്ന് പറഞ്ഞാലും ആംഗിൾ ബി എന്ന് പറഞ്ഞാലും 60 ഡിഗ്രി ആണ്. ഇത് ശരിയാക്കിയവരൊക്കെ ഒന്ന് റേസ് ഹാൻഡ് ചെയ്തേ. റാഫേലിനെ പിന്നെ ഞാൻ പിടിച്ചോളാം. ചെയ്ത് കഴിഞ്ഞവരൊക്കെ ഒന്ന് റേസ് ഹാൻഡ് ചെയ്തേ. പ്രശ്നമില്ലല്ലോടാ? ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? ഓക്കെ. ഇപ്പൊ നോക്കിയേ, ട്രയാങ്കിൾ AOB എന്ന് പറയുന്നത് എന്ത് ട്രയാങ്കിൾ ആയി? എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആണെങ്കിൽ വിളിച്ചോ സാർ, വിളിച്ചോ. ആദിനാഥേ, ഈ ഒരു ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആണ്. അപ്പൊ ഇത് എന്ത് ട്രയാങ്കിൾ ആയി? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. ചിലപ്പോ ചോദിക്കാം കേട്ടോ, അരമാർക്കിന് ഒരു മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എഴുതി കഴിഞ്ഞോ? ഓക്കെ ആണെങ്കിൽ ടാറ്റ വന്ന് എഴുതി കഴിഞ്ഞെങ്കിൽ ഓക്കെ. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു? കൗണ്ട് എഴുതിയവരുണ്ടോ? 8. 9ാമത്തെ ചെയ്യാൻ പോകുന്നു അല്ലെ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 9ാമത്തെ ചോദ്യം. ഏരിയ കണ്ടുപിടിക്കാനാണ്. പരപ്പളവ് കണ്ടുപിടിക്കുക. ഏരിയ, പരപ്പളവ്. ഒരു ട്രപ്പീസിയം ആണ്. ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓൾ സ്റ്റാൻഡ് അപ്പ്, ഓൾ സ്റ്റാൻഡ് അപ്പ്, ഓൾ സ്റ്റാൻഡ് അപ്പ്, ഓൾ സ്റ്റാൻഡ് അപ്പ്. എല്ലാവരും എഴുന്നേറ്റോളൂ കേട്ടോ. നല്ല ഭംഗിയില് സ്റ്റെപ്സ് എല്ലാം എഴുതി ആൻസർ കഴിഞ്ഞവർ മാത്രം ഇരുന്നാൽ മതി. അടിപൊളിയായിട്ട് ആൻസർ സ്റ്റെപ്പ് എയും ബിയും എച്ചും എല്ലാം എടുത്ത് എഴുതുക. എന്നിട്ട് വേണം ഇരിക്കാൻ. ഓക്കെ. അതാരാണ്? ഫോട്ടോസോ എന്താ? ഓക്കെ, ഒരാളൊന്ന് വിളിച്ചോളൂ സർ. ശ്രേയ. തന്മയിനൊന്ന് വിളിക്കണം കേട്ടോ സാറ്. ശ്രേയ കഴിഞ്ഞവർ ഇരുന്നോളൂ കേട്ടോ, ആൻസർ കിട്ടിയവര്. എന്താണ് ഏരിയ, പരപ്പളവിന്റെ ഇക്വേഷൻ? ഹാഫ് എ പ്ലസ് ബി ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഇൻറ്റു എ പ്ലസ് ബി. എങ്ങനെ എഴുതിയാലും ശരിയാണ് കേട്ടോ. വെരി ഗുഡ്, അടിപൊളി. സർ തന്മയിനെ ഒന്ന് വിളിക്കാവോ? തന്മയ്. ഓക്കേടാ. ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? തന്മയ് കേൾക്കുന്നില്ല. എച്ച് എത്ര സെന്റിമീറ്ററാ? 2. സൗണ്ട് എന്തോ ഇഷ്യൂ ഉണ്ട് കേട്ടോ, കേൾക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല. ഇനി എയും ബിയും എന്ത് സൈഡ്സ് ആണ് ട്രപ്പീസിയത്തിന്റെ? നീ ഒന്ന് കൈകൊണ്ട് കാണിച്ചാലും മതി എത്രയാന്ന്. എ എത്രയാ? ബിയും. ഓക്കേടാ, വെരി ഗുഡ്. ഇരുന്നോളൂ കേട്ടോ. ഓക്കെ, അതായത് എയും ബിയും പാരലൽ സൈഡ്സ് ആണ്, സമാന്തര വശങ്ങളാണ്. അവർ 3 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും ആണെന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റ വന്നേ. സെറ്റ് ആണല്ലോ? എന്റെ ദൈവമേ, റെൻസോ സാറ്. ആരാണ് സാർ അത്? റെൻസോ സാറിന്റെ ഫോട്ടോസ് ആണോ? യുദ്ധം സോൾവ് ചെയ്യാൻ പോയേക്കാ? എന്റെ ദൈവമേ, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും നിങ്ങക്ക് ആ ഫോട്ടോസ്?
അതെനിക്ക് വാട്സപ്പ് ചെയ്തിട്ടേക്ക്. പീനൊന്നും എനിക്ക് കാണണം. നീ കാണിക്കാറുണ്ടോ ഇപ്പൊ സാറ് കാണുമ്പോ? പി മറന്നുപോയത്? ഓക്കെ, യെസ് സാർ അടുത്ത ആളെന്ന് വിളിച്ചോളൂ. ഹെലൻ 1/2 into h ഹൈറ്റ് എത്രയാ? ഹെലൻ ഹൈറ്റ് എത്രയാടാ? എടാ സമയങ്ങളല്ലേ വേഗാവട്ടെ. ഏഞ്ചൽ 1/2 into ഹൈറ്റ് h എത്രയാ? 2 into a plus b. എയും ബിയും എത്രയാ? 3 plus 5. That is 1/2 into 2 into 3 plus 5 8. ഇവിടെ രണ്ടും വെട്ടിക്കളഞ്ഞാൽ ബാക്കി 8 സെന്റിമീറ്റർ സ്ക്വയർ. എത്ര പേർക്ക് ആൻസർ വന്നവരുണ്ട്? കുഴപ്പമില്ലല്ലോടാ, സെറ്റ് ആണല്ലോ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം, മതിയില്ലേ? ഓക്കെ, അതുകൂടി കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക് തരാം. ഓക്കെ, അടുത്ത ചോദ്യം. എടാ 2 എണ്ണം കഴിഞ്ഞിട്ട് ബ്രേക്ക് തന്നാ മതിയോ? മതിയില്ലേ? അപ്പൊ പോളിഗൺസിന്റെ തീരും. അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാ. 2 ക്വസ്റ്റ്യൻ കേട്ടോ. അതുകൂടി ഞാൻ മിസ്. പിന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി പറയില്ല. 2 എണ്ണം ലാസ്റ്റ് 2 ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. നമ്പർ ഓഫ് സൈഡ്സ് 13. വശങ്ങളുടെ എണ്ണം 13 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അഗൈൻ കോണുകളുടെ തുക, ഒരു സൈഡ് കൂടുതൽ, വൺ സൈഡ് മോർ, ഒരു വശം കൂടുതൽ. എന്റെ ഹെൽപ്പിന്റെ ആവശ്യമില്ല, നിങ്ങൾ ചെയ്തോളൂ. കഴിഞ്ഞവരൊക്കെ റേസ് ഹാൻഡ് ചെയ്യാം. ഓക്കെ സാർ, അടുത്ത വന്ന് വിളിച്ചോളൂ. അടുത്തതും പോളിഗൺ തന്നെയാ, അതുകൊണ്ടാണ്. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്താ നെറ്റ് പോയതായിരുന്നു. ഓക്കെ, അപ്പൊ വിളിച്ചോളൂ, ഒന്നുകൂടി വിളിച്ചോളൂ. ആരായിരുന്നു? ഹെലൻ. ഹലോ. നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം എന്ത് ലെറ്റർ വെച്ചിട്ടാ എടുക്കുന്നേ? അൺമ്യൂട്ട് ചെയ്തേ. എൻ. കുഴപ്പമില്ല. എൻ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? എൻ എത്ര? സംസാരിച്ചോളൂ. ഹലോ, എടാ സംസാരിച്ചോ? സംസാരിച്ചേ, കേൾക്കുന്നില്ല. എന്നാ കുഴപ്പമില്ല. ഒന്ന് കൈ കൊണ്ടൊന്ന് കാണിച്ചേ. എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് സൈഡ്സ് എത്ര തന്നിട്ടുണ്ട്? എടാ കുഴപ്പമില്ല, സാരില്ല, കൈ കൊണ്ടൊന്ന് കാണിച്ചോളൂ. എത്ര സൈഡാ തന്നിരിക്കുന്നത്? എന്നെ നെറ്റ് പോയി, കുഴപ്പമില്ല. അടുത്ത സാർ ആരാ? അനിൻദേവ്. നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം ഇവിടെ എത്ര തന്നിരിക്കുന്നേ? 13 തന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? അതായത് തുക ചോദിച്ചിട്ടുണ്ട്. വെറുതെ സം ഓഫ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇന്നർ ആംഗിൾസ് ആണ്. എന്താണ് ഇക്വേഷൻ? n - 2 into 180 ഡിഗ്രി. n എത്രയാന്ന് എഴുതിയിട്ടുണ്ട്? 13 ഇൻറ്റു 180 ഡിഗ്രി. 13 2 പോയാൽ എത്രയാ? 11 ഇൻറ്റു 180. കിട്ടിയായിരുന്നു ആൻസർ? എത്ര വന്നു? 1980. വെരി ഗുഡ്, 1980 ആണ്. അടിപൊളി. എത്ര പേർ കറക്റ്റ് ആയിട്ട് ആൻസർ വന്നവരുണ്ട്? ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത്. ഓക്കെ, ഇനി ഈ ഒരു 13 സൈഡ് അല്ല, 14 സൈഡ്, അതായത് ഒരു വശം കൂടുതലായാൽ സം ഓഫ് ആംഗിൾസ് എത്ര? വീണ്ടും ഇക്വേഷനിൽ 14 ഇട്ട് ചെയ്ത് നോക്കണ്ട, നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. ഓരോ സൈഡ് കൂടുമ്പോൾ ആംഗിൾസ് എത്ര ഡിഗ്രി വെച്ച് കൂടും? സാർ അടുത്ത ആളെ വിളിച്ചോളൂ. മിത്ര, ഓരോ വശം കൂടുമ്പോ കോണുകളും ആംഗിൾസും എത്ര ഡിഗ്രി കൂടും?
180 ഡിഗ്രി കൂടും. കുറയുമ്പോ എത്ര ഡിഗ്രി കുറയും? കുറയും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾക്ക് 1980 ഡിഗ്രി ആണുള്ളത് 13 സൈഡ് ഉള്ളപ്പോ. 14 സൈഡ്, ഒരു സൈഡ് കൂടുതൽ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ഇവനിൽ നിന്ന് കൂട്ടിയാൽ മതി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സർ വിളിച്ചോളൂ. അതുൽ കൃഷ്ണ KU. ആ, എത്ര വന്നു ആൻസർ? ആ, നീ എവിടെയിരുന്ന്? ഇവിടെ ഞങ്ങള് ഒരു സൈഡ് കൂടുതല്. നീ റേസ് ഹാൻഡ് ചെയ്തോണ്ട് വിളിച്ചതാണ്. ഇപ്പോ 1980 ഡിഗ്രി ഉണ്ട്. 13 സൈഡ് ഉണ്ടായിരുന്നപ്പോ 14 സൈഡ്, ഒരു സൈഡ് കൂടിയപ്പോ ആംഗിൾ എത്ര ഡിഗ്രി കൂടും? 180 ഡിഗ്രി കൂടും. നീ ഇവിടെ ഒന്നും ആയിരുന്നില്ലേ? എത്ര വന്നു? ആയിരുന്നു. എത്ര വന്നു? ഷോക്ക് അടിപ്പിക്കാൻ ഞാൻ എന്താ കരണ്ടോ? എങ്ങനെയുണ്ട് കോമഡി? അജയ്ന്ന്, അവൻ അയ്യേന്ന്. ഓക്കെ, എത്ര വന്നു? എടാ ആൻസർ എത്ര വന്നു പ്ലസ് ചെയ്തപ്പോ? അയ്യോന്ന് പറഞ്ഞ ആൻസർ ഒക്കെ ഉണ്ടാ? നിന്റെ കഴിഞ്ഞിട്ടില്ലല്ലേ, നീ പറ്റിച്ചതാണല്ലോ റൈസ് ഹാൻഡ് ചെയ്തിട്ട്. എന്നിട്ട് നീ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ കുട്ടാ? നീ വെറുതെ ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് കാര്യമുണ്ടോ? ടൈം ഔട്ട് ആയിട്ട് ഞാൻ അടുത്ത ആളോട് ചോദിക്കും. എടാ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ? ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞ് ഞാൻ വിടൂട്ടാ. എടാ എല്ലാരും നിന്നെ നോക്ക്. അല്ലേടാ ആൻസർ പറയുന്നേ. നീ വേഗം ആൻസർ പറഞ്ഞേ, എന്നാലേ ബ്രേക്ക് കിട്ടുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തിട്ട്. എടാ പ്ലസ് ചെയ്യടാ. അവൻ കണ്ടോ, അവൻ ആ ഷോക്ക് മാറിയിട്ടില്ല. കുഴപ്പമില്ല, നീ സാവകാശം റിലാക്സ് ചെയ്തോ. എക്സാമിനും ടെൻഷൻ അടിച്ച് കഴിഞ്ഞ ഇതുപോലെ നമുക്ക് കിട്ടൂല. എക്സാമിന് എന്ത് ചെയ്യാൻ പാടില്ല? ടെൻഷൻ അടിക്കാൻ പാടില്ല. കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ എക്സാമ്പിൾ. അവൻ തന്നെ എക്സാമ്പിൾ ആയി. പറഞ്ഞോ, എത്ര വന്നു ആൻസർ? ഞാൻ പോണ്. ശരി എന്നാ, കുഴപ്പമില്ലടാ, കുഴപ്പമില്ല. അടുത്ത ആളോട്ട് പോവാം സാർ. എടാ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഐഷ എത്ര വന്നു ആൻസർ? 2160. ഓ എന്റെ ദൈവമേ, എത്ര പേർക്ക് ആൻസർ വന്നവരുണ്ട്? ഒന്ന് റേസ് ഹാൻഡ് ചെയ്തേ. റേസ് ഹാൻഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക് തരൂ കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഡെസിമൽസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊന്ന് പോളിക്കണം, ഒന്ന് ഒതുങ്ങട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ ആണോ? ഓക്കെ, ഇത് മാറ്റിക്കോട്ടെ. കൊറേ മെസ്സേജ് വരുന്നു. ഇവരൊന്നും ചെയ്യണില്ലേ സാർ? മെസ്സേജ് അയച്ചോണ്ടിരിക്കണോ അല്ലേ? ആണോ? നേരത്തെ പറയായിരുന്നു. കുഴപ്പമില്ല, ആവശ്യമില്ലാത്ത മെസ്സേജുകൾ കുറച്ചധികം വരുന്നുണ്ടെന്ന് സാറുമാരുടെ കംപ്ലൈന്റ് പറയുന്നുണ്ട്. മക്കളെ വേണ്ട, റിവിഷൻ ടൈം ആണ്. ആവശ്യത്തിന് ഞാൻ സംസാരിക്കുന്നുണ്ട്, അത് മതിയല്ലേ സാർ? ഓക്കെ, അതിന് കൗണ്ടർ റെഡി ആണോ? അത് വേണ്ട. നേരത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. നമ്പർ ഓഫ് സൈഡ്സ് എന്താണ് സാർ? 8. വശങ്ങളുടെ എണ്ണം 8. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താ പറയാം? ഡയഗണൽസിന്റെ എണ്ണം കണ്ടുപിടിക്കണം. വികർണങ്ങൾ നേരത്തെ ചെയ്തില്ലേടാ? ഒരു പുതിയ കാര്യം പഠിച്ചില്ല, അത് തന്നെ. ഫ്രം എ വെർട്ടെക്സ്, ഒരു മൂലയിൽ നിന്നും. അടുത്ത ക്വസ്റ്റ്യൻ.
ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം കേട്ടോ. ആൻസർ കിട്ടിയോ റൈസ് ഹാൻഡ് ചെയ്യാം. സെക്കൻഡ് സബ്ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരാളൊന്ന് വിളിച്ചോളൂ സർ. സാരംഗ്, നമ്പർ ഓഫ് സൈഡ്സ് വശങ്ങളുടെ എണ്ണം എത്രയാണ് തന്നിരിക്കുന്നത്? അതെന്താ എന്തായിട്ട് എടുക്കുന്നത്? നമ്പർ ഓഫ് സൈഡ്സ് n അല്ലെ? 8 തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു വെർട്ടെക്സിൽ നിന്നും എത്ര ഡയഗണൽസ് വരക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മളത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നിന്ന് എന്ത് കുറച്ച് എത്ര കുറയ്ക്കണം? 3 കുറയ്ക്കണം. n എന്ന് പറഞ്ഞാൽ 8. 8 മൈനസ് 3 ഉത്തരം 5. ക്ലിയർ ആയി ടാറ്റാന്ന്. ഓക്കെ, ഇനി അടുത്തത് നമ്പർ ഓഫ് ട്രയാങ്കിൾസ്, ത്രികോണങ്ങളുടെ എണ്ണം. അതായത് ഒരു പെന്റഗൺ വരച്ച, നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും ശ്രദ്ധിച്ചോന്നാവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വരച്ചൊന്ന് നോക്കിയതാണ് കേട്ടോ, വേണ്ടി എടുത്തിട്ടില്ല. ഇപ്പൊ ഒരു ഹെക്സഗൺ എടുത്തു. ഓക്കെ, ഇവൻ നമുക്ക് 3 ട്രയാങ്കിൾസ് ആയിട്ട് 1 2 3 4 4 ട്രയാങ്കിൾസ് ആയിട്ട് ഭാഗിച്ചു. അതായത് 4 ട്രയാങ്കിൾസ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചു. ക്ലിയർ ആണെങ്കിൽ ടാറ്റാന്ന്. ഓക്കെ, അതുപോലെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. n-2 എത്രയാണ്? n-2. അതായത് n എന്ന് പറഞ്ഞാൽ 8. 8 മൈനസ് 2 6 ട്രയാങ്കിൾസ് കിട്ടും. ക്ലിയർ ആണെങ്കിൽ ടാറ്റാന്ന്. ഈ 2 ചോദ്യം ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. മിക്കവാറും ഒരു മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാതെ കീബോർഡും ഡിവൈസ് യൂസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇനി ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുവേ. അതാണ് മിസ് വാണിംഗ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങളും, അതായത് n-3 ഡയഗണൽസ് കണ്ടുപിടിക്കാൻ, ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാനായിട്ട് n-2 ചെയ്യണം. ക്ലിയർ ആണെങ്കിൽ ടാറ്റ തന്നെ. ഓക്കെ ആണോ? തെറ്റാണല്ലോ? ഓക്കെ, ഞങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം അല്ലേ? അതെ, ബ്രേക്ക് എടുക്കാല്ലേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പോയി എല്ലാവരും. ബ്രേക്ക് കഴിഞ്ഞിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ ഐഡന്റിറ്റിയിലേക്ക് ഇനി പോകുന്നില്ല. a² - b², a + b × a - b, ഇതെല്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 102നെ നമുക്ക് 102ഉം 98ഉം ഐഡന്റിറ്റി തന്നെ യൂസ് ചെയ്യണം. ചിലപ്പോൾ ഒരു മാർക്കിന് ഡാഷ് ആയിട്ട് ചോദിച്ചാലോ. എല്ലാവരും നോക്കിയേ, ഇവൻ a² - b² എന്ന് പറയുന്ന ഫോമിലല്ലേ കിടക്കുന്നത്. ക്ലിയർ ആണെങ്കിൽ ടാറ്റാന്ന്. എന്താണ് a² - b² എന്ന് പറഞ്ഞാൽ? a + b × a - b. ക്ലിയർ ആണെങ്കിൽ ടാറ്റ തരാം. എന്താണ്? a + b × a - b. ആൻഡ് ഇവിടെ എക്ക് പകരം 102 ആണ്. അപ്പോൾ 102 + ബിക്ക് പകരം 98 × a - b. എക്ക് പകരം 108 - ബിക്ക് പകരം 90. വേഗം ഒന്ന് കണ്ടുപിടിച്ചേ. ഇതവിടെ ബ്രാക്കറ്റിൽ എഴുതാനാണ് കേട്ടോ. ഇതറിയില്ലെങ്കിൽ സൈഡിൽ എഴുതിയിടാം കേട്ടോ. ആൻസർ കിട്ടിയോ റൈസ് ഹാൻഡ് ചെയ്യാം. a² - b², a + b × a - b ആണ്. ഇവിടെ എക്ക് പകരം 102ഉം ബിക്ക് പകരം 98 ആണ് കിടക്കുന്നത്. വേഗാവട്ടെ. ആൻസർ കിട്ടിയോ റൈസ് ഹാൻഡ് ചെയ്യാം. സർ ഒരാളൊന്ന് വിളിച്ചോളൂ. വൈഷ്ണവി, ഹലോ.
ആ 102 പ്ലസ് 98 എത്രയാ? 200 ഇൻറ്റു 102 98 മൈനസ് ചെയ്താൽ എത്രയാ? 4. വെരി ഗുഡ്. 200 ഇൻറ്റു 4 800. എത്ര പേർക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ വന്നവരുണ്ടോ? ഒന്ന് റേസ് ഹാൻഡ് ചെയ്തേ. സെറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. മുപ്പത്തെട്ട് സ്ക്വയർ മൈനസ് 37 സ്ക്വയർ. വേഗം ചെയ്തു. 38 സ്ക്വയർ മൈനസ് 37 സ്ക്വയർ. സെയിം തന്നെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എക്ക് പകരം എത്രയാണ്, ബിക്ക് പകരം എത്രയാണ്? ഞാനിത് വീണ്ടും എഴുതുന്നില്ല കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തല്ലോ, ഇത് തന്നെ രണ്ടാമത്തൊന്നും വരും. ഓക്കെ സാർ, ഒരാളൊന്ന് വിളിച്ചോളൂ. തേജസ്. എ പ്ലസ് ബി. എക്ക് പകരം എത്രയാണ് കിടക്കുന്നത്? 38 പ്ലസ് ഇൻറ്റു. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ആൾ സർ. തേജൽ. 38 പ്ലസ് 37 എത്രയാ? 75 ഇൻറ്റു 38 മൈനസ് 37 1. അതായത് ഉത്തരം 75. എത്ര പേർക്ക് കറക്റ്റ് ആൻസർ വന്നവരുണ്ടെന്ന് ചാറ്റ് വന്നേ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ, ആൻസർ ചെയ്യുമല്ലോ. ഓക്കെ. അപ്പൊ ഐഡന്റിറ്റി പഠിച്ചോളൂ, വളരെ ഇമ്പോർട്ടൻറ്റ്. വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോഴും നമുക്ക് ആവശ്യമുണ്ട് വരും. ഓക്കെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അടുത്ത ചോദ്യം ചെയ്യാം. ഐഡന്റിറ്റി തന്നെയാണ്, ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്കിനോ 1 മാർക്കിനോ വരാൻ ചാൻസ് ഉണ്ട്. മാറ്റിക്കോട്ടെ ഞാനിത്. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയി? അടുത്തത് 14ാമത്തെ ചെയ്യാൻ പോകുന്നു. ആണോ? ഇത് 14, 15ാമത്തെ ചെയ്യാൻ പോകുന്നു. ഓക്കെ. 13, 14, ഇനി 15 ചെയ്യാൻ പോകുന്നു അല്ലേ? x plus y whole square is equal to x square plus dash plus y square. 21 square is equal to 400 plus dash plus 1. ഇന്ന് എക്സാം ഉണ്ടോ? ഇന്ന് എക്സാം ഇല്ല. എന്താണ് എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? ഐഡന്റിറ്റി ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇത് കഴിഞ്ഞവർ അടുത്തതും കൂടി ചെയ്തോളൂ കേട്ടോ. ഒരു ഒരെണ്ണം എടുത്തരാം. എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ, അതുകൂടി ഒന്ന് എഴുതിക്കോളൂ. എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ. ഒരാളെ വിളിച്ചോളൂ സർ. മേരിനിയ. എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വെരി ഗുഡ്. എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ എത്രയാ? എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. 2xyക്ക് മുന്നിലാണ് മൈനസ് വേണ്ടത്. ഈ രണ്ടാളുകളെയും പഠിച്ചു വെക്കുക, വളരെ 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ഓക്കെ. അടുത്ത ആൾ സർ. ആത്മജ. ഇവിടെ 21 സ്ക്വയറിനെ നമുക്ക് 20 പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. ഓക്കെ. എന്താണ് 20 പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? എ സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. അതായത് ഈ ഒരു ഐഡന്റിറ്റി ആണിത്. എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇവിടെ എക്സിനും വൈക്കും പകരം എന്താണ്? 20യും 1ഉം ആണ്. ക്ലിയർ ആണെങ്കിൽ ടാറ്റാന്നേ. സെയിം ഐഡന്റിറ്റി. ഓക്കെ. ഇവിടെ 20യുടെ സ്ക്വയർ ആണ് 400, അവിടെ ഓൾറെഡി ഉണ്ട് ക്വസ്റ്റ്യനിൽ. പ്ലസ് 2 ഇൻറ്റു 20 ഇൻറ്റു 1 എത്രയാണ്? 40 പ്ലസ് 1 സ്ക്വയർ 1. ഈ 40 ആണ് ഇവിടെ മിസ്സിംഗ്. സോ ആൻസർ ഈസ് 40. ഇതെല്ലാം വൃത്തിക്ക് നമ്മൾ പഠിച്ചതാണേ. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ടാറ്റ തന്നെ. ഐഡന്റിറ്റീസ് 3 പേരെയും പഠിക്കണം. എടാ സഞ്ജയെ ആ ചൂരലും കൊണ്ട് ഞാൻ കഴിഞ്ഞ ഒന്നിന്റെ എഴുതി.
ഉറപ്പാണോ? അടുത്ത ചോദ്യം അവനോട് ചോദിക്കാട്ടോ സർ. കഴിഞ്ഞവരൊന്നും ടാറ്റ തന്നേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. റെഡി ആണോ? കഴിഞ്ഞോ? ഓക്കെ, ഇത് 2 മാർക്കിന്റെ ചോദ്യം ആട്ടോ ഇപ്പൊ ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം മാറ്റിക്കോട്ടെ. ഓക്കെ, അടുത്ത ചോദ്യം. x² - y² is equal to x plus y into dash. B question. 64² minus 36² is equal to 100 into dash. C. 101² minus 100² is equal to dash. തനിയെ ചെയ്തോളൂ കേട്ടോ. അപ്പൊ കഴിഞ്ഞവര് റൈസ് ഹാൻഡ് ചെയ്യാം. 3 ക്വസ്റ്റ്യൻസും കഴിഞ്ഞവര്. എടാ, നിന്റെ പേരെന്താ? ഖലീദ് എന്നാണോ പേര്? ആ, പേരെന്താ? ഓക്കെ, നീ എന്താ പേജ് നമ്പർ ഒക്കെ ചോദിക്കുന്നേ? മെറ്റീരിയൽ ഇല്ല. ഇതൊന്നും സെയിം ക്വസ്റ്റ്യൻ ഉണ്ടാ? സെയിം ക്വസ്റ്റ്യൻ ഉണ്ടാ? നമ്മളിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കണേ? എന്ത് ക്വസ്റ്റ്യൻസ്? ആ, അത് ആദ്യമേ പറഞ്ഞൂടെ നിനക്ക്? എന്താ വൈകിയേ? അല്ലടാ, അതിന് മുന്നേ 6 മണിക്ക് തുടങ്ങിയതാ ക്ലാസ്. ഇപ്പൊ നീ 6 മണിക്ക് ഉണ്ടായിരുന്നോ? അപ്പൊ നമ്മ മോർ ക്വസ്റ്റ്യൻസ് അല്ലേ മെറ്റീരിയൽ എടുക്കാൻ പറഞ്ഞില്ലല്ലോ. പിന്നെന്താ ചോദിച്ച മെറ്റീരിയൽ നമ്പർ? വിചാരിക്കാൻ അബദ്ധമായി പോയല്ലോ ഈശ്വര ചോദിച്ചത്. കുഴപ്പമില്ല, ഇത് ചെയ്താ മെറ്റീരിയൽ ഒന്നും വേണ്ട, നമുക്ക് ചെയ്ത് പഠിക്കുന്ന ബുക്ക് മാത്രം മതി കേട്ടാ. എല്ലാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടെ ഞാൻ എഴുതി തരുന്നുണ്ട്, ചെയ്തോ. ഓക്കെ, ആരാണ് സർ? വിളിച്ചോ. സഞ്ജയ്. x² minus y², x plus y into x minus y. ഓ, അറിയാട്ടോ സാർ അവനെ. ഓക്കെ, അടുത്ത സർ. സ്റ്റാർലെറ്റ്. എന്തോ? ഒന്നുമില്ല. ഓക്കെ, സ്റ്റാർലെറ്റ് 64² minus 36². അതായത് ഇതേ ഫോമിലല്ലേ ഇവർ രണ്ടുപേരും കിടക്കുന്നേ. x² minus y². എന്താണ്? x plus y into x minus y. x പകരം ഇവിടെ എത്രയാ? 64 plus 36 into 64 minus 36. 64 plus 36 100 അല്ലേ? 100 into 64 36 പോയാല് 28. ഇവിടെ 100 ഇവിടെ ഉണ്ട് ഓൾറെഡി. ബാക്കി ഉത്തരം എന്താണ്? 28 ആണ് ഉത്തരം. അതിന്റെ ഫൈനൽ ആൻസർ 280 വരും. സോറി 2 0 ഉണ്ട്. അത് ചോദിച്ചിട്ടില്ല. 28 എഴുതി തന്നെ ആൻസർ വരും. എത്ര പേർക്ക് ആൻസർ വന്നവരുണ്ട്? സെയിം ഐഡന്റിറ്റി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ സർ. അടുത്ത ആള് ഇത് വന്നിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ഇയറിലൊക്കെ വന്നിട്ടുള്ള ചോദ്യമാണ്. ആരാ? ഹരികൃഷ്ണൻ. 101² minus 100². അഗെയിൻ x² minus y² ആണ്. x plus y into x minus y. എക്സിന് പകരം എത്ര? അപ്പോ x plus y 101 plus 100 into 101 minus 100. ഓക്കെ, 101 plus 100 എത്ര? 201 into 101 ഇന്ന് 100 പോയാല് ഉത്തരം 201. എത്ര പേർക്ക് കറക്റ്റ് ആൻസർ വന്നവരുണ്ട്? ഒന്ന് റേസ് ഹാൻഡ് ചെയ്യാം. പ്ലീസ് റേസ് യുവർ ഹാൻഡ് ഡിയേഴ്സ്. കുഴപ്പമില്ലല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, ഒരു സ്റ്റാറ്റിയുടെ ക്വസ്റ്റ്യൻ കൂടി തരട്ടെ ചെയ്യാനായിട്ട്. എന്തായാലും വരുന്ന ചോദ്യം അത് റിപ്പീറ്റ് ചെയ്തൊന്നും ചെയ്യാം. ഒരെണ്ണം ചെയ്തിട്ടുള്ളൂ, ഒരെണ്ണം കൂടി ചെയ്യാം.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞവരൊക്കെ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തടാ, കഴിഞ്ഞവര്. ഓക്കെ, അടുത്ത ചോദ്യം എഴുതിക്കോളൂ കേട്ടോ. ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി വേജസ് എഴുതിയാൽ മതിയടാ എളുപ്പത്തില്. ആരാണ്? ആരാ? അനറ്റേ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു പറഞ്ഞില്ലെങ്കിൽ ഇമ്പോസിഷൻ തരൂ കേട്ടോ. ചോദിക്കട്ടെ ഞാൻ? നീ എന്താ ചെയ്യണേ? ഒന്നുണ്ട്, മര്യാദക്ക് ഇരുന്ന് എഴുതാൻ നോക്കട്ടോ. ഡെയിലി വേജസ് ദിവസക്കൂലി, നമ്പർ ഓഫ് വർക്കേഴ്സ് 100 to 200, 200 to 300, 300 to 400, 400 to 500, 500 to 600, 5, 7, 8, 6, 4. ഹിസ്റ്റോഗ്രാം വരക്കുക. വേഗാവട്ടെ. ഹിസ്റ്റോഗ്രാം വരച്ചോളൂ കേട്ടോ. വരച്ചു കഴിഞ്ഞ് റൈസ് ഹാൻഡ് ചെയ്യണേ. സർമാരൊന്ന് ലോവർ ഹാൻഡ് ചെയ്യാവോ? വരച്ചു കഴിഞ്ഞ് റൈസ് ഹാൻഡ് ചെയ്യാം. ഇത് എഴുതി എടുത്തു, എനിക്ക് വരക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അടുത്ത സ്ലൈഡിലേക്ക് ഇത് എഴുതി എടുക്കട്ടോ ആദ്യം, ടേബിൾ വരച്ചിട്ട്. ആരാണ്? സാൽവിൻ. അറിയാം അറിയാം എന്ന് കരുതി നമ്മൾ ഓവർ കോൺഫിഡൻസ് ആവരുത്. ഒരു ചെറിയ അശ്രദ്ധ മതി തെറ്റാനായിട്ട്. മാത്സും എല്ലാ സബ്ജക്റ്റും പഠിച്ചു കഴിഞ്ഞാൽ മോർ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. വേഗാവട്ടെ, ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ വരക്കാം. 100 മുതൽ 600 വരെയും അവിടെ 8 വരെയും വന്നിട്ടുണ്ട്. ഓക്കെ, 600 വരെയും വരക്കാം. ഓക്കെ, മേലോട്ട് 8 വരെ അല്ലേ? ഓക്കെ, കുറച്ചുകൂടി ഇതായിക്കോട്ടെ. ന്യൂട്ടനൊന്ന് ഇപ്പുറത്തേക്ക് ഇടാവോ? അവിടെ. ഓക്കെ, വരച്ചു കഴിഞ്ഞവര് മാത്രം റൈസ് ഹാൻഡ് ചെയ്യാം. ഈശ്വര, ഞാൻ വെച്ച് പോയിന്ന്. 100, 200, 300, 400, 500, 600. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, എത്രയായിരുന്നു? 100 മുതൽ 600 വരെ. 0, 100, 200, 300, 400, 500, 600. ഇവിടെ എഴുതണം കേട്ടോ, ഡെയിലി വേജസ് ദിവസക്കൂലി. ഓക്കെ, ഞാൻ അവിടെ നമ്പർ ഓഫ് വർക്കേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8. നമ്പർ ഓഫ് വർക്കേഴ്സ്, തൊഴിലാളികളുടെ എണ്ണം. ഓക്കെ, 100 മുതൽ 200 വരെയും 5 പേര്. 100 to 200, 5. 100 to 200, 5. ഓക്കെ, വരച്ചു കഴിഞ്ഞ ചാറ്റാന്ന്. ഓക്കെ, അടുത്തത് 7 പേര്. 7 ഇവിടെ വരും.
7 പേര്. ഓക്കെ, അടുത്തത് എത്രയാ? 8 പേര്. ഓക്കെ, 8 വരുമ്പോ ദാ ഇവിടെ വരും. ഓക്കെ, 8 അഗൈൻ 6 4 6 4. കഴിഞ്ഞവരെല്ലാരും റൈസ് ഹാൻഡ് ചെയ്യാം കേട്ടോ. ഹിസ്റ്റോഗ്രാം കഴിഞ്ഞവരെല്ലാരും റൈസ് ഹാൻഡ് ചെയ്യാം. കുഴപ്പമില്ലല്ലോ, പ്രശ്നമില്ലല്ലോ. ഓക്കെ ആണെങ്കിൽ ടാറ്റ തരാം. ഓക്കെ, വരൂ. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. കഴിഞ്ഞവരൊക്കെ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യാം. കഴിഞ്ഞവരെല്ലാം റൈസ് ഹാൻഡ് ചെയ്യാം. ഈ വിശക്കുന്നുണ്ട്, ഞാൻ ഇടക്കിടെ ഇങ്ങനെ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു. നിങ്ങൾ ഫുഡ് മനസ്സിലോ? അവിടെ എന്നെ എല്ലാവർക്കും അറിയത്തില്ല, അതിന്റെ ഓണറിനെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. കഴിഞ്ഞോടാ? ഓക്കെ, കഴിഞ്ഞവരൊക്കെ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. നോ പ്രിൻസ്, നോ. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. നമുക്ക് ഇനി റിവിഷൻ ക്ലാസ് കിട്ടത്തില്ല മാത്സിന്റെ. ഇത് ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് മാത്സിന്റെ റെഗുലറില്. അപ്പോ മിസ്സിന്റെ ബ്രദർ പാവോണാന്ന്. ആ പാവത്തിനെ വേണോ നിനക്ക്? ഞാൻ വേണമെങ്കിൽ തരാം, ഫ്രീ ആയിട്ട് തരാം, നേരത്തെ പറഞ്ഞതുപോലെ. അടുത്ത ചോദ്യം ചെയ്തോട്ടോ, എഴുതിക്കോ. പാവമായിപ്പോയി, കുറച്ചധികം പാവമായിപ്പോയി. ഭയങ്കര പാവ. അവൻ ആദ്യം പറഞ്ഞ കഥ കേട്ടിട്ടില്ല. ഇത്രയും ഒരു കുരുത്തം കെട്ടവനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇനിയുണ്ട്, കാറിന്റെ അകത്ത് താക്കോല് വെച്ചിട്ട് പോവാ, എന്നിട്ട് ഡോർ ലോക്കാക്കും. 2 തവണ. ഒരു തവണ നമുക്ക് അബദ്ധം പറ്റിയെന്ന് പറയാം, പിന്നെയും അവൻ അത് തന്നെ ചെയ്യും. അങ്ങനെ എന്തൊക്കെയോ ആണവൻ. എടാ എഴുതിയെടുക്കണം കേട്ടോ. വഴക്കൊന്നും പറഞ്ഞില്ല, അച്ഛൻ എന്നെ പോലെ തന്നെ പറഞ്ഞു. എന്ത്, ഇനി മേലാൽ ആവർത്തിക്കരുത്, ഇപ്പൊ ഒരു പാഠമായില്ലേന്ന്. പിന്നെയും അവൻ അത് തന്നെ ചെയ്തു. പിന്നെ അച്ഛന് മനസ്സിലായി പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ തള്ളു പറയും. ഇപ്പൊ മൊട്ടടിച്ചിരിക്കണം, അതാണ് എങ്ങും വരൂല. ഏതൊരു എന്തൊന്ന ആദിവാസി ഹെയർ ഓയിലോ എന്തൊക്കെയോ ഒരു ഹെയർ ഓയിലൊക്കെ മേടിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഹെയർ ഓയിൽ വരട്ടി തുടങ്ങും. ഞാൻ മൈൻഡ് ചെയ്യാറില്ല, എന്തിനാ. നിങ്ങൾ കഥ കേട്ടിരിക്കാതെ എഴുതാൻ നോക്കട്ടോ. ആണോ? ബൈക്കിന്റെ കീ ഹോളിൽ ഈർക്കൽ ഊത്തി കയറ്റിയോ? അത് വേറൊരു യൂണിവേഴ്സ്. അപ്പന്മാരൊക്കെ ഇത് ചെയ്തിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. താക്കോല. വീടിന്റെ അടുത്തുള്ള ചേട്ടൻ. അതെന്തോരുള്ള കൊച്ചാ? അംഗൻവാടിയിലുള്ള കുട്ടി. എന്റെ വീട്ടിലെ അനിയൻ അംഗൻവാടിയിലായിരുന്നപ്പോ താക്കോലൊന്നും ആയിരുന്നില്ലോ, കത്തിയേക്കായിരുന്നു കയ്യില്, അത് പേടിപ്പിക്കും. വെട്ടട്ടെ. സീരിയസ്ലി, എന്റെ അമ്മയുടെ ചേച്ചി കിടക്കായിരുന്നു, ഇവൻ വന്നിട്ട് ബാക്കി, ഇവൻ കുഞ്ഞല്ലേ, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ ചിറ്റി ഇപ്പോഴും പറയത് അന്ന് പേടിച്ച പേടി. ഓ വേണ്ട, ഒരെണ്ണം കൊണ്ട് തന്നെ മതിയായിരിക്കും.
ആ എല്ലാം എഴുതി തന്നിട്ടുണ്ട്. തുടങ്ങിക്കോ. ആൻസർ തനിയെ ചെയ്ത് തുടങ്ങിക്കോളൂ. എന്തെങ്കിലും ഹെൽപ്പ് വന്നാൽ ഞാൻ അവിടെ പ്രസന്റ് ആയിരിക്കും. എന്താണ്? ചേച്ചിമാരെ പോലെയാണ് അനിയന്മാര്. ആ ഇനി അത് പറ. അതിനെ തന്നെ ഉദ്ദേശിച്ചാണ്, ഞാൻ മാത്രം ഉദ്ദേശിച്ചാണ്. അതിനിപ്പോഴും ഈ ഒരു സ്വഭാവം ഉണ്ട്. റൂമില് ഞാൻ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഡോർമൊന്നും തട്ടല്. ഇന്നലെ ഞാൻ തുറന്നിട്ട് നല്ല ചീത്ത പറഞ്ഞു. ഞാൻ അത്രയും ടയേർഡായിട്ട് മിനിഞ്ഞാന്ന് രാത്രി ഫുൾ ഉറങ്ങിയിട്ടില്ല. രാവിലെ തുടങ്ങി ഫുൾ ഉറങ്ങിയില്ല, പുറത്തായിരുന്നു. രാവിലെ തുടങ്ങി വൈകിട്ട് വരെയും വൈൻഡപ്പ് 3 ഓഫ്ലൈൻ സെന്ററിൽ. വീട്ടിൽ അത്രയും ക്ഷീണിച്ചു. വീട്ടിലെത്തിയപ്പോ 10 മണി 10:30 ആയി. അത്രയും ക്ഷീണിച്ച് ഞാൻ ഫുഡ് പോലും കഴിച്ചില്ല. ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച ഒരു പപ്സ് കഴിച്ചിട്ട് ഞാൻ കിടന്നേ. അത്രയും ടയേർഡായിരുന്നു ഇന്ന്. ഇന്ന് രാവിലെ അതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ്. അത്രയും ടയേർഡായിട്ട് കിടക്കുന്ന ആളെ വന്നിട്ട്, ഉറങ്ങിയ ആളെ വന്നിട്ട് പിന്നെയും എഴുന്നേക്കാൻ. ആ സമയത്ത് എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവനെ ഞാൻ ശരിയാക്കാൻ. എടാ കഴിഞ്ഞ റൈസ് ആൻഡ് ചെയ്യാട്ടോ. എനിക്ക് ചെറുപ്പത്തിലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ കുറുമ്പ്. അമ്മ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ. ഇതിനേക്കാളൊക്കെ കുറച്ച് എക്സ്ട്രീം ഞാനായിരുന്നു എന്ന്. ഞാൻ ആലോചിക്കും, എന്റെ അനിയൻ തന്നെ ഇത്ര എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതിനേക്കാൾ കൂടുതൽ ഞാൻ എന്റെ അമ്മ ഇങ്ങനെ സഹിച്ചു. എനിക്ക് ഓർമ്മയില്ല, ഉണ്ടെങ്കിൽ ഞാൻ പറയൂല ഇവിടെ. എന്റെ അനിയൻ എത്ര വയസ്സായിരുന്നോ? അവന് 19 വയസ്സുള്ള മുതുക്കനാണ് അവൻ. കഴിഞ്ഞ റേസ് ആൻഡ് ചെയ്യട്ടോ. കഴിഞ്ഞ റേസ് ആൻഡ് ചെയ്യാം. അതിനുള്ള സമയമാണേ. റോംബസ് ആണ്. റോംബസ് എല്ലാ സൈഡും ഈക്വൽ. അതാണ് ഒരു സൈഡ് മാത്രം തന്നിരിക്കുന്നത് കേട്ടോ. ബ്രദറിന്റെ പേര് വീട്ടിൽ സ്നേഹത്തോടെ അനിയൻ കുട്ട എന്ന് വിളിക്കും. അനിയൻ കുട്ടൻ. അവനങ്ങനെ വിളിക്കുക ചെറുപ്പം മുതലേ. പിന്നെയല്ലേ മനസ്സിലായത്. കഴിഞ്ഞവരല്ല. റോംബസ് ആണ് കേട്ടോ. റോംബസ് എല്ലാ സൈഡും ഈക്വൽ ആണ്. ഞാനൊന്ന് എഴുതി തന്നേക്കാം. കഴിഞ്ഞവരെല്ലാരും റേസ് ഹാൻഡ് ചെയ്യണേ. സമഭുജ സമാന്തരികം. ബാക്കി ചെയ്തു. എന്റെ ഹെൽപ്പ് ഇല്ല. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് തന്മയുടെ വീട്ടിലൊരു അനിയനാണോ അനിയത്തിയാണോ? കാണാൻ പറ്റുന്നില്ല. ആ ഭാഗ്യം, അനിയത്തിയാണ്. എന്താ? ആ ഓ മിടുക്കത്തിയാണോ? വീട്ടിലോട്ട് പോണ വഴിക്ക് ഓരോ വീട്ടിലേക്ക് കയറി ഇറങ്ങി മണ്ണ് വലിച്ചത്. എന്റെ വീടിന്റെ അടുത്തൊരു സാധനം ഉണ്ട്, കുഞ്ഞത്. 2 വയസ്സായിട്ടുള്ളൂ. എല്ലാ ദിവസവും എന്റെ വീട്ടിൽ വരും. നമ്മ വീട്ടില് നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ടാണ് നിക്കുന്നത്. ഞാൻ മറ്റേ നിക്കറും ഷോർട്സും ടോപ്പൊക്കെ ഇട്ടാണ് ഞാൻ വീട്ടില് നിക്കുന്നേ. ഞാൻ രാവിലെ ഉറക്കം എന്നിട്ട് വരുമ്പോ ഇവിടെ ഉണ്ടാവും വീട്ടില്. കുഞ്ഞിതാണ്ട്ടോ, എത്ര ഉള്ളൂ, 2 വയസ്സ്. ഓടൊക്കെ ചെയ്യും. എന്നിട്ട് എന്നോട് വന്ന് പറയും, എന്നെ മുത്തു മുത്തു എന്നാണ് വിളിക്കണേ. വീട്ടിലങ്ങനെ വിളിക്കുന്നേ. കൊച്ചും അങ്ങനെ വിളിക്കുന്നേ, ചേച്ചി വിളിക്കൂല. മുത്തു പോയി സാരി ഉടുക്കടീന്ന് എന്നോട്. ഞാൻ ഷോർട്സ് ഇട്ട് പോയി സാരി ഉടുക്കടീന്ന്. ഞാൻ ഷോക്കായി പോയി. പിള്ളേര് അങ്ങനെയൊക്കെ. ഇനി മതിയില്ലേ? കഴിയേണ്ട സമയമായിട്ടുണ്ട്. മതി, ചെയ്ത് കഴിയേണ്ട സമയമായിട്ടുണ്ട്. ഇന്നും കൂടി സഹിച്ചാ മതി സാർ. ഇനി ലൈവില് സഹിച്ചാ മതിയല്ലോ. മാത്സ് തീരാണ്. മിസ്സേ, എന്റെ ചേട്ടൻ തേങ്ങ എടുത്തു, അച്ചമ്മ ഇവിടെ തലക്കെറിഞ്ഞു. ഞങ്ങളുടെ വീട്ടില് കൊട്ടയും ചൂലൊക്കെയാണ്. കഴിഞ്ഞവരെ ഒന്ന് വിളിച്ചോളൂ സാർ. എടാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിയേണ്ട സമയം ഞാൻ തന്നിട്ടുണ്ട്. മതി, ഇനി മതി. ഇനി ആരും ഡിവൈസ് ഒന്നും യൂസ് ചെയ്യണ്ട. ചെയ്ത് കഴിയേണ്ട സമയം ഞാൻ തന്നിട്ടുണ്ട്. വിളിച്ചു. മഹാദേവൻ. ഇതിലെ ഒരു ഡയഗണലിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്ര സെന്റിമീറ്റർ ആണ്? 16 വികരണം. ഓക്കെ. ഇവൻ ഡയഗണൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. ലംബ സമഭാജിയാണ്. അതായത് 90 ഡിഗ്രിയിൽ കൂട്ടിമുട്ടുന്നുണ്ട് അല്ലെ? തുല്യമായിട്ട് ഭാഗിക്കുന്നുണ്ട്. 16 സെന്റിമീറ്ററിന്റെ പകുതി എത്രയാണ്?
ഇവിടെയും 8 സെന്റിമീറ്റർ, ഇവിടെയും 8 സെന്റിമീറ്റർ, അങ്ങനെ ടോട്ടൽ 16 സെന്റിമീറ്റർ. ക്ലിയർ ആണ് ടാറ്റ? വെരി ഗുഡ്, നന്നായിട്ട് പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ഡയഗണലിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. എല്ലാവരും ഇവിടേക്കും ശ്രദ്ധിച്ചാട്ടെ. ഈ രണ്ടാമത്തെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ബി ഡി എന്ന് പറയുന്ന ഡയഗണൽ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ടാറ്റ തന്നേ. ബി മുതൽ ഡി വരെ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒ ഡി കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ കൂടെ വീണ്ടും ബി ഡി അതേ ലെങ്ത് കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടും. ക്ലിയർ ആണോ? ഇവിടെയാണ് മക്കളെ പൈതഗോറസ് തിയറം വന്നിരിക്കുന്നത്. അപ്പോൾ പൈതഗോറസ് തിയറം അറിയാത്ത കുറേ പേരുണ്ട്. എന്തായാലും പഠിക്കണം. മിസ് പറഞ്ഞു തരാം. ഒരാളൊന്ന് വിളിച്ചോളൂ സാർ. ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ മിസ് ട്രയാങ്കിൾ ഡി ഒ സി ഞാൻ എന്താ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഒന്ന് ഡാർക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ആരാണ്? ഗൗരി നന്ദ. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? മട്ടത്രികോണം അല്ലേ? അതെ. ഈ മട്ടത്രികോണത്തിന്റെ 90 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശം ഹൈപ്പോട്ടന്യൂസ് എത്ര സെന്റിമീറ്റർ ആണ്? കർണം 10 സെന്റിമീറ്റർ. അതായത് ഏറ്റവും വലിയ സൈഡ് കർണമാണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. അവൻ 90 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശമായിരിക്കും. ഇനി ബേസ് പാദം എത്ര സെന്റിമീറ്റർ ആണ്? പാദം 8 സെന്റിമീറ്റർ ആണ്. അതും ക്ലിയർ ആണെങ്കിൽ ടാറ്റ തന്നേ. ഓക്കെ, ഇനി ആരെയാ കണ്ടുപിടിക്കേണ്ടത്? ഓൾട്ടിറ്റ്യൂഡ്, ലംബം കണ്ടുപിടിക്കണം. എന്താണ് ഓൾട്ടിറ്റ്യൂഡിന്റെ ഇക്വേഷൻ? റൂട്ട് ഓഫ് അതായത് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. എല്ലാവരും ശ്രദ്ധിക്കുക, ഏറ്റവും വലിയ സൈഡ് ആണ് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. ഓക്കെ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്. ബാക്കി രണ്ട് വശങ്ങൾ ഇപ്പൊ മാറിപ്പോയാലും ഒരു കുഴപ്പവുമില്ല. ഹൈപ്പോട്ടന്യൂസ് മാറാതിരുന്നാൽ മതി. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന വശം. ഓക്കെ, ബേസ് ഉണ്ട്, അതുപോലെ തന്നെ ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട്. ചെറിയ വശം കണ്ടുപിടിക്കാൻ വലിയ വശത്തിൽ നിന്നും മൈനസ് ചെയ്യണം. ചെറുതിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് മൈനസ് ചെയ്യണം. വലുതിനെ കണ്ടുപിടിക്കാനായിട്ട് ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ വലുതിനെ കിട്ടാൻ കൂട്ടണ്ടേ? പ്ലസ് ചെയ്യണ്ടേ? കൂട്ടണം. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ കൂട്ടണം. ബാക്കി രണ്ടുപേരെ കണ്ടുപിടിക്കാനായിട്ട് ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് മൈനസ് ചെയ്യണം. ഒരാളൊന്ന് വിളിച്ചോളൂ സർ. ഇനി ഹൈപ്പോട്ടന്യൂസ് അറിയാം, എത്ര സെന്റിമീറ്റർ ആണ്? വിളിച്ചോളൂ സർ. മുഹമ്മദ് അമീൻ. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് എത്ര സെന്റിമീറ്റർ ആണ്? 10 സ്ക്വയർ മൈനസ് ബേസ് എത്ര സെന്റിമീറ്റർ ആണ്? 8 സ്ക്വയർ. നീ എന്തിനാണെന്ന് കാണിക്കണേ? 10ന്റെ സ്ക്വയർ എത്രയാ? 100 മൈനസ് 8ന്റെ സ്ക്വയർ. വെരി ഗുഡ്. എത്രയാ റൂട്ട്? 100 മൈനസ് 64 36. ഉത്തരം 6. വെരി ഗുഡ്. ഓക്കേടാ, മ്യൂട്ട് ചെയ്തോട്ടോ. ഡി ഒ നമ്മൾക്ക് കിട്ടി. ഡി ഒ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 സെന്റിമീറ്റർ. ഇവിടെ വരെ ക്ലിയർ ആയോ? അയ്യോ, അവിടെ ലോഗോ വന്നല്ലേ, കുറച്ച് താഴ്ത്തി ചെയ്താം. ഡി ഒ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ കിട്ടി. എത്ര പേർക്ക് തനിയെ ചെയ്ത് കിട്ടിയവരുണ്ട്? ഇവൻ 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവനും 6 സെന്റിമീറ്റർ തന്നെ ആയിരിക്കൂലേ? ക്ലിയർ ആണ്. ഡി ഒയും ബി ഒയും 6 സെന്റിമീറ്റർ തന്നെയാണ്. അപ്പൊ നമുക്ക് എഴുതാം therefore ഡി ഒ ഈക്വൽ ടു ബി ഒ ഈക്വൽ ടു 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഡയഗണൽ ആയ ബി ഡി കണ്ടുപിടിക്കാൻ 6 + 6 12 സെന്റിമീറ്റർ എന്ന് കിട്ടി. എത്ര പേർക്ക് കിട്ടിയടാ? സെറ്റ് ആണോ? ഇനി ഏരിയ കണ്ടുപിടിക്കണം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. പരപ്പളവ്, ഏരിയ. വേഗാവട്ടെ. ഏരിയ. എടാ, അനാവശ്യമായിട്ടുള്ള ആരാണ്? എന്റെ അനിയല്ലേ? അതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാടാ? നീ വേഗം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കിയേ. ചാറ്റ് നിർത്തുക. ആൻസേഴ്സോ ക്വസ്റ്റ്യൻ ഡൗട്ട് എന്തെങ്കിലും മാത്രം അയക്കുക. ബാക്കി ടോക്ക് ഇപ്പൊ വേണ്ട. അതിനുള്ള സമയമൊക്കെ ഞാൻ ഇടക്കിടക്ക് തരുന്നുണ്ട്, അത് മതി. ബാക്കി ടൈം വെറുതെ എന്താ ഇങ്ങനെ എന്താണ് തബല കൊട്ടാൻ നിൽക്കണ്ട കീബോർഡിൽ. വേഗാവട്ടെ. തബലല്ലോ, വേറെ പിയാനോ അല്ലേ? അതാണ് വന്നത്, അത് കിട്ടിയില്ല എനിക്ക് പെട്ടെന്ന്. ഏരിയ. ഒരാളെന്ന് വിളിച്ചോളൂ സർ. നിരഞ്ജൻ. മാറ്റിക്കോട്ടെ സാർ. എന്താണ് ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ? വെരി ഗുഡ്, മിടുക്കൻ. ഹാഫ് d1 d2. ഈ d1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡയഗണൽ. ആദ്യത്തെ ഒരു ഡയഗണൽ നമുക്കറിയാലോ എത്ര സെന്റിമീറ്റർ ആണ്? 16 സെന്റിമീറ്റർ. രണ്ടാമത്തെ ഡയഗണൽ നമ്മൾ കണ്ടുപിടിച്ചു, എത്ര സെന്റിമീറ്റർ ആണ്?
12 സെന്റിമീറ്റർ. നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ. ഓക്കെ, therefore ഏരിയ ഇസ് ഈക്വൽ ടു പരപ്പളവ് ഇസ് ഈക്വൽ ടു ഒന്നുകൂടി പറഞ്ഞേ ഹാഫ് d2, that is half into d1 എത്രയാ into d2 എത്രയാ 12. ഒന്നില്ലെങ്കിൽ 16നെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ 12നെ കട്ട് ചെയ്യാം, ആരെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ 16നെ കട്ട് ചെയ്യുന്നു. 8 തവണ 8 into 12 ഉത്തരം വന്നോ? ഇല്ലേ? വേഗം യെസ്, 96 സെന്റിമീറ്റർ സ്ക്വയർ. എത്ര പേർക്ക് ആൻസർ വന്നവരുണ്ടടാ? ഒന്ന് ടാറ്റ നേടാ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സബ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് വൺ ആണ് എനിക്ക് അറിയേണ്ടത് എത്ര പേരുടെ ശരിയായി എന്നുള്ളത്. തേർഡ് സബ് ക്വസ്റ്റ്യൻ, ഇവർ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കണം. രണ്ട് പാരലൽ, എല്ലാം സൈഡ്സുകൾ പാരലൽ ആണ് റോംബസിന്റെ. ഇവർ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ് സൈഡ്സ്. നോക്കാം നമുക്ക്. ഇത് ഞാൻ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇവൻ ഞാൻ നേരെ വരക്കുവാണേ. ഇവൻ ഞാൻ നേരെ ഒന്ന് വരക്കുന്നുണ്ട് ഈ ഒരു റോംബസിനെ. ഓക്കെ, എല്ലാ സൈഡും ഈക്വൽ ആണ് റോംബസിന്റെ, അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇവനൊന്ന് നേരെ വരക്കുന്നുണ്ട്. എല്ലാ സൈഡും 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ. ഓക്കെ, ഇവർ തമ്മിലുള്ള അകലം, ഈ ഡിസ്റ്റൻസ് ആണ് എനിക്ക് വേണ്ടത്. ക്ലിയർ ആണെങ്കിൽ ടാറ്റ തന്നെ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചേടാ. ഈ ഡിസ്റ്റൻസിന് ഞാൻ h ആയിട്ട് കൊടുത്തു. അതായത് ഇവരുടെ ഹൈറ്റ് അല്ലേ, ഉയരമല്ലേ. ക്ലിയർ ആണെങ്കിൽ ടാറ്റ തന്നെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, മറന്നുപോയവർക്ക് വേണ്ടിയിട്ടാണ്. ഈ റോംബസ് എന്ന് പറയുന്ന ഒരു സമാന്തരികം തന്നെയാണ്, പാരലലോഗ്രാം തന്നെയാണ് അല്ലേ. പാരലലോഗ്രാമിന്റെ സമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാകുമ്പോഴാണ് അതൊരു റോംബസ് ആവുന്നത്. അതായത് ഒരു സമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമായാൽ, ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ അതൊരു റോംബസ്, സമഭുജ സമാന്തരികമാകും. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. ഇവൻ ഓൾറെഡി എന്താണ്, ഒരു പാരലലോഗ്രാം ആണ്. അപ്പൊ പാരലലോഗ്രാമിന്റെ ഏരിയ, പരപ്പളവ്, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവന്റെ ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 96 ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ പാദം 10, ഒരു വശം, ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇതിൽ നിന്ന് h കണ്ടുപിടിക്കാൻ എൻ്റെ ഹെൽപ്പ് വേണ്ടല്ലോടാ. h കണ്ടുപിടിക്കാൻ ഇൻറ്റു 10 ഈക്വൽ ടു ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? ഡിവൈഡഡ് ബൈ 10. ഒരു 0 ഒരു സ്ഥാനം നീക്കുക. 9.6 സെന്റിമീറ്റർ ആണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത് തനിയെ ചെയ്തവരുണ്ടോ? എനിക്ക് അതാണ് അറിയേണ്ടത്. തനിച്ച് ചെയ്തവരുണ്ടെങ്കിൽ മാത്രം ഒന്ന് ടാറ്റ തന്നേ. തനിയെ ചെയ്തവരുണ്ടെങ്കിൽ ടാറ്റ തരാം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആയടാ? 17. ഓ, എൻ്റെ ടാർഗറ്റ് ഒരു 20-25 ആയിരുന്നു. കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ചോദ്യം ഒരു 20 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നിർത്താലേ സാർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഡെസിമലില് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഡെസിമലിലെ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്തിട്ടില്ല, ഡെസിമൽസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. തരട്ടെ മിസ്? ഓക്കെ, ഒന്നേ പോയിന്റ് 9 2.9 സോറി 1/9 2/9 3/9. വേഗം എൻ്റെ ഡെസിമൽ ഫോം ഒന്ന് കണ്ടുപിടിച്ചു. നമ്മളെ ഡെസിമൽസ് എടുത്തപ്പോൾ ഒരു പെട്ടിയില് 5, 25 ഡിനോമിനേറ്ററിൽ വന്നാൽ ഇൻറ്റു എത്ര ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും ഇനി എഴുതിക്കുന്നില്ല, ഓൾറെഡി നോട്ടിലുണ്ട്, വർക്ക് ബുക്കിലുണ്ട്. അതൊന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ സാർ, ഒരാളൊന്ന് വിളിച്ചോളൂ. അൻഷിക, 1/9 നമുക്ക് എങ്ങനെ ഡെസിമൽ ആയിട്ട് എഴുതാം? 0.1111 എക്സെട്ര. ഓക്കെ, കേൾക്കുന്നുണ്ട്. ഇനി 2/9 എങ്ങനെ എഴുതാം? 2 എക്സെട്ര. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 3/9 എങ്ങനെ എഴുതാം? എക്സെട്ര. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എത്ര പേരുടെ ശരിയായി മറന്നിട്ടില്ലല്ലോ അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിലേ എനിക്ക് ഇവനെ ഒന്ന് ഡെസിമൽ രൂപത്തിലോട്ട് ആക്കണം. 2/3.
3നെ നമുക്ക് 10ഓ 1000 ഒന്നും ആക്കാൻ പറ്റൂല അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഡെസിമൽ കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ നമുക്ക് 9 ആക്കാൻ പറ്റും 3നെ അല്ലെ. ഒരാളൊന്ന് വിളിച്ചു അന്നമ്മോ 3നെ എനിക്ക് 10ഓ 100ഓ 1000ഓ ഒന്നും ആക്കാൻ പറ്റില്ല. പക്ഷെ 3നെ 9 ആക്കാൻ പറ്റുമോ അല്ലെ. എന്ത് ചെയ്താൽ മതി 3നെ? ആ അടിയിൽ ഞാൻ അനിയനാണ് കേട്ടത്. നിങ്ങൾ അങ്ങനെയല്ലേ കേട്ടത്? ഞാൻ ഈശ്വര അനിയന്റെ കഥ ഇതുവരെ വിട്ടില്ലേന്ന്. ഓക്കെ, താഴെ ഇൻറ്റു 3 ചെയ്ത് അത് തന്നെ എന്ത് ചെയ്യണോടാ? കറക്റ്റ് ആണോ പറഞ്ഞത്? കറക്റ്റ് ആൻസർ. ഓക്കെ, 3 മേലെയും ഇൻറ്റു ചെയ്യണം. ഓക്കെ, 6 × 3 എത്രയാ? സോറി, അപ്പൊ ആൻസർ പറഞ്ഞല്ലേ, സോറിടാ. 6. 2 × 3 എത്രയാ? ഓ, ഞാൻ 6 × 3 എത്രയാന്ന്. 3 × 3 വെരി ഗുഡ് മിടുക്കത്തി. ഇനി നമുക്ക് ഡെസിമൽ ആയിട്ട് എഴുതാലോ. എങ്ങനെ എഴുതാം? 0.666. അടിപൊളി കേട്ടോ, നന്നായിട്ട് പറഞ്ഞു. വെരി ഗുഡ്. ഓക്കെ, അതായത് ഡിനോമിനേറ്റർ 9 ആണ്. മേലെ 9നേക്കാൾ ചെറിയ സംഖ്യ ആണെങ്കിൽ ഇതുപോലെ ഡെസിമൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റ തന്നെ. ഓക്കെ ഓക്കെ, ഇപ്പൊ ഒരു 20 ആയിട്ടുണ്ടാവും അല്ലേ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആൻഡ് എല്ലാവരും നമ്മള് ആദ്യം എല്ലാ ചാപ്റ്ററിലും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. മിസ് പറഞ്ഞു ലൈവ് ക്ലാസ്സിൽ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് പോകും. എല്ലാ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. ഇന്നിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യാം, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലെടുത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. വേഗം ഇപ്പോൾ സ്റ്റോപ്പ്.